بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تسالون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എക്കാലത്തും തൗഹീദിനെയും ശിർക്കിനെയും കൃത്യമായി അളന്നു മുറിച്ച് വേർതിരിച്ചിട്ടുണ്ട്. രണ്ടും സാങ്കല്പികമല്ല, യാദൃച്ഛികവുമല്ല, മനഃപൂർവമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്. ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇത് തൗഹീദാണ്. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. അത് ശിർക്കുമാണ്. എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞത് തൗഹീദിലേക്കുള്ള ക്ഷണമാണ്, രണ്ടാമത് പറഞ്ഞത് ശിർക്കിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പാണ്. ഒന്നാമത് പറഞ്ഞ വിഷയം എന്താ? നാം സാധാരണ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അല്ലാഹു തആല ആദം ഹവ്വ ദമ്പതിമാർക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ജീവിക്കാൻ വിട്ടു. ഫീഹ തഹ്യൻ വഫീഹ തമൂത്തുൻ വമിന്നാ തുഖ്റജു. അങ്ങനെ അവർ ജീവിക്കാൻ തുടങ്ങി. വിശപ്പിന് ഭക്ഷണം ഉപയോഗിക്കാൻ തുടങ്ങി, ദാഹത്തിന് വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങി, മാനം മറക്കാൻ വേണ്ടി വസ്ത്രം ഉപയോഗിക്കാൻ തുടങ്ങി, അന്തി ഉറങ്ങാൻ വേണ്ടി വീടുണ്ടാക്കാൻ തുടങ്ങി, ഭക്ഷണവും വെള്ളമൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി, ആട്ടിനെ മേയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ബാപ്പി മക്കളും ഭൂമിയിൽ ഒന്ന് പച്ച പിടിച്ചു. ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയവർ പച്ച പിടിച്ചു. നല്ലത് അങ്ങ് സ്വർഗത്തുനിന്ന് വരുമ്പം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അൽഫാം ഉണ്ടാക്കിയിട്ട് പാക്കറ്റ് ചെയ്തിട്ടൊന്നല്ല വന്നിരിക്കുന്നത്. ആദം ഹവ്വ ദമ്പതിമാര് സ്വർഗത്തുനിന്ന് വന്നല്ലേ. ഇബിത്തു ഫിൽ അർദ്, വന്ന് തിന്നാനും കുടിക്കാനുള്ള സാധനം കൊണ്ടാവുന്നതിന്. ഖുർആൻ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉൾക്കൊള്ളണ്ടേന്നാ. ഖുർആൻ പറഞ്ഞ കാര്യം സങ്കല്പത്തിൽ വെക്കുകയും ഇവിടെ കുറച്ച് ആൾക്കാർ മനസ്സിൽ നിന്ന് ഹവയനുസരിച്ചുള്ളത് മാത്രം പറയുകയും എന്നിട്ട് നമ്മുടെ മേൽ ഹവ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക. ഇതെന്തൊരു വൈരുദ്ധ്യമാണ്. ആദം ഹവ്വ ദമ്പതിമാർക്ക് ജീവിക്കാനുള്ള വഴികളൊക്കെ തർത്തീബാക്കിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശത്തിലേക്ക് കടക്കുകയാണ്. എന്താ ആദർശം? അല്ലാഹ് പറഞ്ഞു, ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ. ഇവിടെ എന്ത് തിന്നണം, എന്ത് തിന്നണ്ട, എന്ത് കുടിക്കണം, എന്ത് കുടിക്കണ്ട, എന്തുടുക്കണം, എന്തുടുക്കണ്ട,
ഇവിടെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ, ഇത് ഞാൻ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് വരും. ഇമ്മ യഅ്തി അന്നക്കും മിന്നി, വല്ലപ്പോഴുമായിട്ട് എന്നിൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ഹുദ ഹിദായാത്തുകൾ, ഇവിടെ ജീവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ. ഞാൻ ഇടക്കിടയ്ക്ക് ഇന്നതേ തിന്നാവൂ, ഇന്നത് തിന്നരുത്, അതുവരെ എന്തും തിന്നാം. പട്ടിയിറച്ചിയും തിന്നാം, പന്നിയിറച്ചിയും തിന്നാം, ആട്ടിറച്ചിയും തിന്നാം, പശുയിറച്ചിയും തിന്നാം, എന്തും തിന്നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ത് തിന്നണം എന്ത് തിന്നണ്ട എന്ന് എന്റെ ഭാഗത്തുനിന്ന് കൽപ്പന വന്നാൽ ഫമൻ തബിഅ ഹുദായി, പിന്നെ ആ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നിങ്ങളുടെ ജീവിതം ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതെ, ആട്ടിറച്ചി തിന്നോളി, പന്നിയിറച്ചി തിന്നണ്ട. ഇമ്മ യഅ്തി അന്നക്കും മിന്നി ഹുദ, ആട്ടിറച്ചി തിന്നോളും പന്നിയിറച്ചി തിന്നണ്ട. വസ്ത്രം ഇട്ട് നടന്നോളി, അവിടുത്തെ പുറത്താക്കണ്ട. ഇമ്മ യഅ്തി അന്നക്കും മിന്നി ഹുദ. അങ്ങനെ ഓരോ കാര്യത്തിലും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങൾ വരും. ഫമൻ തബിഅ ഹുദായി, എൻ്റെ ഹുദയെ ആര് ഫോളോ ചെയ്യുന്നുവോ, ആവശ്യം തീർക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹുദ ഫോളോ ചെയ്യുക. ആവശ്യം തീർക്കുക എന്നുള്ളത് മനുഷ്യർക്ക് ആമ്മാൻ, ഹുദയെ ഫോളോ ചെയ്യുക എന്നുള്ളത് അള്ളാഹു തആല മനുഷ്യന്റെ ആദർശവുമായി ബന്ധിപ്പിച്ച വിഷയമാണ്. ഒരേ കാര്യം തന്നെയാണ്, രണ്ട് കാര്യം ഒരേ വിഷയത്തിൽ. അതായത് തിന്നാ കുടിക്കുക ഉറങ്ങുക മുതലായ ആവശ്യങ്ങളും ആ ആവശ്യം പൂർത്തിയാക്കുന്നത് ആദർശമനുസരിച്ച്. അങ്ങനെ ഫമൻ തബിഅ ഹുദായി ഫലാ ഖൗഫുൻ അലൈഹിം വലാ, അവർക്ക് ഈ ദുനിയാവിൽ പേടിക്കണ്ട, ആഖിറത്തിൽ ദുഃഖിക്കണ്ട. ഫലാ ഖൗഫുൻ അലൈഹിം, ദുനിയാവിൽ പേടിക്കണ്ട. വലാഹും യഹ്സനൂൻ, ആഖിറത്തിൽ ദുഃഖിക്കേണ്ടിയും വരില്ല. ആദർശത്തിന്റെ ഒന്നാം ഭാഗം പൂർത്തിയായി. രണ്ടാമത്തെ കൽപ്പന എന്താണ്? വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ, വല്ലദീന കഫറു, എന്റെ ഹിദായാത്തുകൾ ഒരുത്തൻ നിഷേധിക്കാൻ തയ്യാറായാൽ, വല്ലദീന കഫറു, നിഷേധിക്കുന്നവർ, അള്ളാഹു കൽപ്പിക്കുന്നു പറ്റൂല എന്ന് പറയുന്നു അടിമകൾ. വകദ്ദബൂ, കളവാക്കുകയും ചെയ്താൽ, ചിലര് നിഷേധിക്കുന്നവരായിരിക്കും, ചിലര് വ്യാജമാക്കുന്നവരായിരിക്കും. നിഷേധിക്കുന്നവർ വേറെ, വ്യാജമാക്കൽ വേറെ. അങ്ങനെയാണ് പരിപാടിയെങ്കിൽ, ഞാൻ എൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരുമ്പോൾ അതിനെ മൈൻഡ് ചെയ്യാണ്ട് നിങ്ങൾ ഹവയനുസരിച്ചിട്ടാണ് ജീവിക്കാൻ പരിപാടിയെങ്കിൽ, ഉലൈക അസ്ഹാബുന്നാർ, അവരെ ഞാൻ നരകത്തിലിട്ട് കരിക്കും. ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകവാസികളായിരിക്കും. ആരോടാ പറയുന്നത്? ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ ആദ്യത്തെ മനുഷ്യരോടാ പറയുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കേണ്ട രീതിശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹും ഫിഹാ ഖാലിദൂൻ, തൽക്കാലത്തേക്കായിരിക്കില്ല, കാലാകാലത്തേക്കായിരിക്കും. ശ്രദ്ധിച്ച് ജീവിച്ചോളണം. ഇത് പൊതുകൽപ്പനയാണ്. ഹിദായാത്തുകൾക്ക് വേണ്ടിയുള്ള ഹിദായാത്തുകൾ, ജീവിതത്തിന്റെ ആവശ്യങ്ങളെ ആദർശവൽക്കരിക്കാനുള്ള പൊതുകൽപ്പന. ആവശ്യങ്ങളെ ആദർശവൽക്കരിക്കുക. ആവശ്യങ്ങൾ ഭൂമിയിലാണ്, ആദർശത്തിന്റെ ഗുണം ആഖിറത്തിലാണ്. ഭൂമിയിൽ ജയിക്കാൻ ആദർശം വേണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭൂമിയിൽ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാൻ ആദർശത്തിന്റെ പ്രശ്നം വരുന്നില്ല എന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ. ഇവിടുത്തെ സകല മതക്കാർക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അള്ളാഹുവാണ്. ഇവിടെ അള്ളാഹു താല ഒരിക്കലും മനുഷ്യനെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്ന കാര്യത്തിൽ വർഗീകരിക്കുകയോ മതവൽക്കരിക്കുകയോ ചെയ്തിട്ടില്ല. അതാരാ ചെയ്തത്? ഇവിടുത്തെ മതക്കാരും ഷിയാക്കളും അല്ലേ ചെയ്തത്. സലഫികൾ എന്നും ലോകത്തോട് പറയുന്ന വിഷയം എന്താണ്? ഈ ഭൂമിയിൽ ആവശ്യം പൂർത്തിയാക്കാൻ അള്ളാഹു താല ആദർശം ഷർത്താക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് മതങ്ങളുടെയോ ജാറങ്ങളുടെയോ ആവശ്യമില്ല. ഇത് പുരോഹിതന്മാരുണ്ടാക്കിയ സമൂഹത്തിന്റെ ആത്മീയതയെ ചൂഷണം ചെയ്യാൻ പുരോഹിതന്മാരുണ്ടാക്കിയ വെറും കൊടിയ ചതിയും വഞ്ചനയുമാണ്. കൂട്ടരെ, യാഥാർത്ഥ്യമായ ഒരു കാര്യത്തെപ്പറ്റിയല്ലേ ചർച്ച ചെയ്യേണ്ടുള്ളൂ. ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടെന്തിനാ? ബാത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളത്, ബാത്തിൽ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാത്തത്, സീറോ. അള്ളാഹുവിന്റെ ദീൻ അല്ലാത്തത് ബാത്തിലാണ്, അള്ളാഹു അല്ലാത്തതും ബാത്തിലാണ്. അള്ളാഹിനെ പറ്റി മാത്രമേ ചർച്ചയുള്ളൂ, അള്ളാഹു അല്ലാത്തതിനെ പറ്റി ചർച്ചയില്ല. കാരണം അള്ളാഹു അല്ലാത്തത് ബാത്തിലാണെന്ന് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിരർത്ഥകമായ ഒരു കാര്യത്തെ പറ്റി എന്തിനാണ് നാം ഇത്രയും വലിയ വാചാലമാകുന്നത്? ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ്. നമ്മൾ പണ്ടേ പറഞ്ഞതാ. എന്താണ് റഹ്മാൻ? ഈ ഭൂമിയിൽ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഭൂമിയിൽ ആവശ്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ അള്ളാഹു താല എല്ലാരെയും ഒരുപോലെ കാണുന്നു. റഹീം.
ഇവിടെ അനുസരിച്ചവർക്ക് നാളെ ആഖിറത്തിൽ മാത്രം ഇവിടെ അനുസരിച്ചവർക്ക് മാത്രമേ ആഖിറത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടൂ. അപ്പൊ ദുനിയാവ് അള്ളാഹു താല പരിഗണിക്കുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. ആഖിറത്തെ അള്ളാഹു താല പരിഗണിക്കുന്നത് ആദർശത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ആദർശം ഷർത്താണ്, ആഖിറവുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി എന്തിനാണ് മറ്റുള്ളവരുമായിട്ട് കാഫിര്യങ്ങളും മുശ്രിക്കങ്ങളുമായിട്ട് ആഖിറത്തെ ബന്ധിപ്പിക്കുന്ന? എന്തിനാ? ആഖിറത്തെ അള്ളാഹു താല വെച്ചിരിക്കുന്നത് ആദർശവാദികൾക്കുള്ളതാണ്. ആദർശമുള്ളവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഒരു ലെവലേശം അവിടെ ഇൻസാനിയത്തിനെ പരിഗണിക്കൂല അല്ലാഹ്. ലെവലേശം ഉണ്ടെങ്കിൽ പറ, അങ്ങനെ പരിഗണിക്കുമെങ്കിൽ അങ്ങനെ ഈ മാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ ആഖിറത്തിൽ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പറ. നാളെ ആഖിറത്തിൽ അല്ലാഹു തആല ഈമാൻ മാത്രമേ പരിഗണിക്കുള്ളൂ. മാനുഷികമായ ഒരു ഭൂമിയിൽ അങ്ങനെയല്ലാന്ന് നമ്മൾ പണ്ടേ പറയുന്നല്ലേ. പിന്നെ അവിടെ ചർച്ചയില്ലല്ലോ, അവിടെ പിന്നെ വിഭാഗീയതയും വർഗീയതയൊന്നും ഇല്ലല്ലോ. സെൽഫികൾക്ക് മാത്രമല്ലേ അത്തരമൊരു രീതി സ്വീകരിക്കാൻ പറ്റുള്ളൂ. കാരണം മറ്റുള്ളവർ അള്ളാഹുവിൽ നിന്ന് ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മറ്റു പലതും വേണമെന്ന് ആത്മീയമായിട്ട് ജനങ്ങളെ പറഞ്ഞ് അവരെ ബോധിപ്പിച്ചിരിക്കുകയല്ലേ. നിങ്ങളെ കുട്ടിന്റെ സൂക്കേട് മാറണോ, നിങ്ങൾക്ക് ഇന്ന ആത്മീയ ഗുണമുണ്ടായിരിക്കണം, ഇത് ആത്മീയ രീതിയിലുള്ള ശേഖ ഉണ്ടായിരിക്കണം, ആത്മീയമായിട്ട് നിങ്ങൾ ഇന്നത് ചെയ്തു കൊള്ളണം. പുരോഹിതന്മാര് പറഞ്ഞ് പേടിപ്പിക്കുകയല്ലേ ജനങ്ങളെ. അത് ഇവരിൽ നിന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത്. കുഷ്ഠരോഗികളെ കൂട്ടി കൊണ്ടുവന്നിട്ട് സ്റ്റേജിന്മേൽ ഇരുത്തിയിട്ട് ഇവിടുത്തെ ഷീഈ ശൈഖന്മാര്, തരീഖത്തിന്റെ ശൈഖന്മാര് സാധാരണക്കാരനോട് പ്രസംഗിക്കുന്ന എന്താണ്? ഇത് ഈ കണ്ടില്ല, ഇതാരാണ്? കുഷ്ഠരോഗി. ഈ രോഗം കൊടുത്തത് ആരാണ്? അള്ളാഹു. ആർക്കും സംശയമില്ല. എന്തിനാണ് അള്ളാഹു താല ഈ മനുഷ്യൻ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത്? അതെ, ആ ബുദ്ധിമുട്ട് അള്ളാഹു താല കൊടുത്തിരിക്കുന്നത് ഈ ഇരിക്കുന്ന ശൈഖന്മാരുടെ വില നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ആ സൂക്കേട് മാറ്റേണ്ടത് ശൈഖന്മാരാണ്. ഈ രീതിയിലല്ലേ തരീഖത്തിനെ വളർത്തിക്കൊണ്ടുവന്നത്? ഇങ്ങനെയല്ലേ ഷിയാക്കൾ വളർന്നു വന്നത്? ഇതിനെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കണമെന്നാണ്. ഇതൊന്നും പറയാം, ഇതിനെന്തോ പറയേണ്ടത്? പിന്നെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങളെ ആദർശവുമായി ബന്ധിപ്പിക്കുക, ആത്മീയതയുമായി ബന്ധിപ്പിക്കുക, എന്നിട്ട് ജനങ്ങളെ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കുക. അതിനല്ലേ ഇവിടെ മതങ്ങളും ഇസങ്ങളും ഉണ്ടായത്. ഇസങ്ങൾ എന്താ? ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അധികാരവും പണവുമായിട്ട് ബന്ധമുണ്ട്. അധികാരവും പണവും ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇതല്ലേ ഇസങ്ങൾ? ആത്മീയമായി, ഭൗതികമായി, ആത്മീയ ശക്തികളുമായിട്ട് ബന്ധമുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതല്ലേ മതങ്ങൾ? ഇത് വേർതിരിച്ച് ദീനുൽ ഇസ്ലാം അന്ന് മുതലേ തുടങ്ങിയതല്ലേ ഈ ചർച്ച. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ വിട്ടു, നെല്ലും പതിരും തിരിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശത്തിന്റെ ചർച്ച ചെയ്യുന്നതിലേക്ക് കടക്കുക. മൊത്തത്തിലൊരു ഓർഡറാണ് ഇത്. ഇനി വിശദീകരണത്തിലേക്ക് കടക്കുക. എന്താണ് ഒന്നാമത്തെ വിശദീകരണം? ഹുദയെ പരിഗണിക്കുകയും അതിനെ ധിക്കരിക്കുകയും ചെയ്യുന്ന ആ രണ്ടിനും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന ആദ്യത്തെ രണ്ട് നിർദ്ദേശങ്ങൾ എന്താ? ആദ്യത്തെ നിർദ്ദേശം എന്താ? നിങ്ങൾ പന്നിയിറച്ചി തിന്നണ്ട, ആട്ടിറച്ചി തിന്നാൽ മതി എന്നാണോ ആദ്യത്തെ നിർദ്ദേശം? കള്ളു കുടിക്കണ്ട, പാല് കുടിച്ചാൽ മതി എന്നാണോ ആദ്യത്തെ നിർദ്ദേശം? ആദ്യത്തെ നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും. എന്നിട്ട് അതിന്റെ അവസാനം ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ. ആദ്യത്തെ ഇസ്ബാത്ത് വന്നു, രണ്ടാമത്തെ നഫി വന്നു. ഇതാണ് ആദ്യത്തെ നിർദ്ദേശം. എന്താണ് അല്ലാഹു പറഞ്ഞത്? ആദ്യം നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങൾ പരിഗണിക്കേണ്ട ആദ്യത്തെ വിഷയം എന്താ? യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും ഐ വഹീദു റബ്ബക്കും. അത് ചുഴലിയുടെ വകയല്ലല്ലോ. ആവശ്യമില്ലാണ്ട് ചുഴലി രോഗം പിടിച്ചിട്ട് തെരഞ്ഞ സംഗതി നടക്കൂല. പലരും ചുഴലി രോഗം പിടിച്ചിട്ട് ആശുപത്രിയില്ല. ഇപ്പോ ചിലര് ചുഴലി രോഗം പിടിച്ചിട്ട് ആറ്റിങ്ങക്കാരൻ ചുഴലി രോഗം പിടിച്ചിട്ട് മാനസിക രോഗ ആശുപത്രിയിലാന്നാ കേട്ട്. അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ, നമുക്കത്രയല്ലേ പറ്റൂ. അവിടെ ചുഴലി രോഗം പിടിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആദ്യത്തെ വിഷയം? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും ഐ വഹീദു റബ്ബക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് മാത്രം ചെയ്യുക അല്ലേ ഇബാദത്തിന്റെ മഅന. ഇബാദത്തിന് ഉലമാക്കൾ പഠിപ്പിച്ചെന്ന അർത്ഥം എന്താണ്? അൽ ഇബാദ അൻ യുവഹിദല്ലാഹ ഫീ കുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ മിനൽ അഖ്വാൽ വൽ അഫ്ആൽ അല്ലാഹിറ വൽ ബാത്തിന. അല്ലേ? ഇതല്ലേ ഇബാദത്തിന്റെ താരീഫ്? എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, അത് വാക്ക് പറഞ്ഞാൽ
പ്രവൃത്തി ചെയ്താലും രഹസ്യമായാലും പുറത്തായാലും പരസ്യമായാലും എന്തായാലും അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്നതിന്റെ പേരാണ് ഇബാദത്ത്. അപ്പൊ ഐ വഹീദു റബ്ബക്കും ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുമായിട്ട് മാത്രമേ ബന്ധപ്പെടാവൂ. ഉഅ്ബുദൂ റബ്ബക്കും, എന്തുകൊണ്ട്? അല്ലദീ ഖലഖക്കും അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അതുകൊണ്ട്, വസ്സമാഅ ബിനാഅ, അതുകൊണ്ട്, വഅൻസല മിനസ് സമാഇ മാഅ, അതുകൊണ്ട്, ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അതുകൊണ്ട്. അല്ലേ? അപ്പൊ അല്ലാഹു തആല ആദ്യം ഉലൂഹിയത്തിൽ ആദർശം പഠിപ്പിക്കുന്നു, കാരണം റുബൂബിയത്ത് പറയുന്നു. അല്ലേ? അങ്ങനെ വിഷയം ഉഅ്ബുദൂ റബ്ബക്കും അത് ഉലൂഹിയത്താണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്കേ ചെയ്യാവൂ. നിങ്ങൾ എന്ത് പറയുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്കേ പറയാവൂ. നിങ്ങൾ എന്ത് നേർച്ച വഴിപാടുകൾ നടത്തുന്നെങ്കിൽ അള്ളാഹ്ക്കേ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ദുആ പറയുന്നുണ്ടെങ്കിലും അള്ളാഹിനോടേ പറ്റുള്ളൂ. നിങ്ങൾ എന്തെന്തെന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് അള്ളാഹുമായിട്ട് മാത്രമേ ബന്ധപ്പെടുത്താൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? അള്ളാഹു നിങ്ങളെ റബ്ബായതുകൊണ്ട്. ഏത് റബ്ബ്? ആകാശത്തിൽ നിന്ന് അള്ളാഹ്ക്ക് കരാറ് കൊടുത്ത റബ്ബ്. ഏത് റബ്ബ് എന്ന് ചോദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ ലോകത്ത് ആരും റബ്ബിനെ പറ്റി പറയാത്തത്. കാരണം ആകാശ ലോകത്ത് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ഷഹാദത്ത് പറഞ്ഞ റൂഹ് പ്രവർത്തിക്കുകയല്ലേ ശരീരത്തില്. അപ്പൊ റൂബിയത്തിനെ പറ്റി തർക്കമില്ലായിരിക്കും. അബൂജഹലിന് അള്ളാഹ് റബ്ബ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ഉത്തുബത്തിന് തർക്കമില്ല, ഫിറൗന് തർക്കമില്ല, നമ്രൂദിന് തർക്കമില്ല, നൂഹിന്റെ പിന്നെ അനുയായികളെ കൂട്ടത്തിൽപ്പെട്ട ശേഖുനമാർക്കും മൗലവന്മാർക്കും തർക്കമില്ല അള്ളാഹു റബ്ബ എന്നുള്ള കാര്യത്തിൽ. പിന്നെ എന്തിനാ തർക്കം? അള്ളാഹ് മാത്രമേ ഉള്ളൂ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ, അതോ ഇടക്ക് വേറെ ആരെങ്കിലും വേണോ? അവിടെയാണ് തർക്കം. അവിടെയാണ് തർക്കം. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത് ഫലാ തജഅലു ലില്ലാഹി അന്ദാദ, അതിനാൽ അള്ളാഹ്ക്ക് നിങ്ങൾ പകരക്കാരെ കാണരുത്. ഇവിടെ അന്താദ് എന്നത് നിദ്, പകരക്കാർ, ഇടയാളുകൾ, അതിന്റെ ജമ്മല്ലേ അന്താദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് വ ഇൻഷിഇത, അല്ലാഹ് വേണ്ടുക വെച്ചാൽ നിങ്ങളും. അപ്പൊ എന്താ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്? അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹ്ക്ക് പകരക്കാരനാക്കിയോ? ഒരു ഇൻഷാ പറഞ്ഞെടുത്താൻ റസൂലുള്ളാഹി തങ്ങളെ ചോദ്യം. അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ അള്ളാഹ്ക്ക് പകരക്കാരനാക്കിയോ എന്നെ? അള്ളാഹ് വേണ്ടുക വെച്ചാൽ നിങ്ങളും വേണ്ടുക വെച്ചാന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ വാവ് ഒഴിവാക്ക്. എന്നിട്ട് നീ സുമ്മ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് സുമ്മ ശിഇത, അള്ളാഹ് വേണ്ടുക വെച്ചാൽ പിന്നെ നിങ്ങളും. അതിനർത്ഥം എന്താ? അസ്ബാബുകളുമായിട്ട് ബന്ധപ്പെട്ടത് പ്രവാചകന്മാരാ. അസ്ബാബുകൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പ്രവാചകന്മാരാ. നല്ല നിർദ്ദേശങ്ങൾ വഹിയിലൂടെ എത്തിച്ചു കൊടുക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അത്ര കൃത്യമായിട്ട് വാക്കുകൾ ശ്രദ്ധിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചില്ലേ സഹാബാക്കളെ? ഫലാ തജഅലു ലില്ലാഹി അന്ദാദ, നിങ്ങൾ അള്ളാഹുവിന് നിദ്ദുകളെ ഉണ്ടാക്കരുത്, പകരക്കാരുണ്ടാക്കരുത്. ആ പകരക്കാര് ഏതൊരു ആവാം. അള്ളാഹുവിന്റെ വുജൂദിൽ നിദ്ദുണ്ടാകാൻ പാടില്ല, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ നിദ്ദുണ്ടാകാൻ പാടില്ല, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ നിദ്ദുണ്ടാകാൻ പാടില്ല, അള്ളാഹിന്റെ അസ്മായിൽ നിദ്ദുണ്ടാകാൻ പാടില്ല, അള്ളാഹുവിന്റെ സിഫാത്തിൽ നിദ്ദുണ്ടാകാൻ പാടില്ല. വളരെ കൃത്യമല്ലേ കാര്യം? ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാവും മക്കളും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. ഒരു കിതാബ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇറക്കിയില്ല അല്ലാഹു തആല. കാരണം ആകാശ ലോകത്ത് വെച്ച് കണ്ടതും കേട്ടതും വളരെ കൃത്യമാണ്. അതാണ് ഭാര്യ ഹവ്വാക്ക് പഠിപ്പിക്കുന്നത്, അതാണ് മക്കൾക്ക് പഠിപ്പിക്കുന്നത്. 40 മക്കളുണ്ടായിരുന്നു. ആ മക്കൾക്കൊക്കെ ആദം പഠിപ്പിക്കുന്നത് ആകാശത്ത് നിന്ന് കണ്ട കാര്യങ്ങളാ. അള്ളാഹിനെ സൂക്ഷിച്ചോളണം കേട്ടോ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളാ. ആകാശത്തിൽ നിന്ന് കണ്ടതും കേട്ടതും കൃത്യമായിട്ട് മക്കൾക്ക് പഠിപ്പിക്കുകയാണ്, മക്കൾക്കും പഠിപ്പിക്കുകയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി. അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യക്കോ മക്കളോ പേരക്കുട്ടികൾക്കോ ഒന്നും അള്ളാഹു അല്ലാത്തവരെ പറ്റി ഒരു പരിചയമില്ല. കാരണം ആദം നബി ആ രീതിയിൽ ആകാശത്തിൽ നിന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നേരിട്ട് കണ്ടൊരു വിഷയം ഭാര്യ മക്കൾ എത്തിയിട്ട് എപ്പം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരെ മാനസികാവസ്ഥകളെ ആലോചിച്ചോ. അത്ര ക്ലിയറും വഴികളല്ലേ അവര്, അത്ര കൃത്യമായി അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കുന്നവരല്ലേ അവര്. കാലക്രമത്തിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു. അപ്പോഴേക്കും മക്കളും ഉണ്ടായി, മക്കളും ഉണ്ടായി. 3-4 തലമുറകൾ. ആ 3-4 തലമുറകളിൽ ആദ്യമായിട്ട് ശൈത്താൻ തന്നെ അവരിലേക്ക് ഇറങ്ങിയിട്ട് പറയുന്ന വിഷയം എന്താ? നേരത്തെ പറഞ്ഞ ഫലാ തജഅലു ലില്ലാഹി അന്ദാദ എന്നത് കൊളാക്കാനുള്ള ശ്രമമാണ്.
ഉഅ്ബുദു റബ്ബക്കും, എന്തുണ്ടെങ്കിൽ അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. ലാ തജ്അലു ലില്ലാഹി അന്താദ, അള്ളാഹ്ക്ക് വേറെ പകരക്കാരുണ്ടാകാൻ പാടില്ല. അവിടെ ശൈത്താൻ ഇടപെട്ടു. എന്നിട്ട് എന്താണ് അവരോട് മക്കളോട് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത്? 3-4 തലമുറകളോട്, ഇത് നിങ്ങളെ ബാപ്പാന്റെ ഖബറല്ലേ, നിങ്ങളെ ബാപ്പ ചില്ലറക്കാരനാണോ? നിങ്ങൾക്ക് എന്നെ അറിയാലോ, ആകാശത്തുനിന്ന് വന്ന ആളല്ലേ, സ്വർഗത്തുനിന്ന് വന്ന ആളല്ലേ, മലക്കൾ സുജൂദ് ചെയ്ത വ്യക്തിയല്ലേ നിങ്ങളെ ബാപ്പ. നിങ്ങളത് മരിച്ചപ്പോൾ നിങ്ങളവരെ വെറുതെ ഒഴിവാക്കിയില്ലേ? നിങ്ങൾക്ക് അത്ര യോഗ്യതയിലെത്താൻ പറ്റുമോ? അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഞങ്ങൾക്ക് എന്തൊരു എളുപ്പമാണ്. ആ ഉപ്പുപ്പാനെ വിളിച്ച് പറഞ്ഞാൽ പോരെ. ആ ഉപ്പുപ്പ ആകാശത്ത് വന്ന അള്ളാന്റെ അടുത്ത ആളല്ലേ. അള്ളാഹുവേ, ഞങ്ങളെ ഉപ്പുപ്പ എനിക്ക് വേണ്ടപ്പെട്ട ആളാണല്ലോ, ആ ഉപ്പുപ്പാന്റെ ബർക്കത്ത് കൊണ്ട്, ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ സൂക്കേട് മാറ്റി തന്നു പറഞ്ഞാൽ പോരെ. നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. പക്ഷെ അവർ അതിൻ്റെ നിന്റെ കബറിലെത്തിയില്ല. കാരണം അതിനെ പഠിപ്പിച്ച തൗഹീദിൽ അവർ ഉറച്ചു വന്നു. അവരെ പറ്റിക്കാൻ ശൈത്താന് കഴിഞ്ഞില്ല. അപ്പോഴേക്കും അല്ലാഹു തആല ഇദ്രീസ് നബിയെ നബിയാക്കി അയച്ചു. ആദം നബിന്റെ 41ാമത്തെ സന്തതി, 21ാമത്തെ മോൻ നബിയാക്കി അയച്ചു. കാരണം ഇവിടെ ശൈത്താൻ കളിക്കുന്നുണ്ട്, ഇവരെ പിടിച്ചു നിർത്തണം. തർബിയത്തിന് വേണ്ടിയിട്ട് അല്ലാഹു തആല നബിയെ അയച്ചു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ജ്യേഷ്ഠന്മാരെ മക്കളോട്, അനിയന്മാരെ മക്കളോട്, പെങ്ങന്മാരെ മക്കളെല്ലാം വിളിച്ചിരുത്തിയിട്ടതാ. ഉപ്പ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട കേട്ടോ. എത്ര ആൾ പെരുകിയില്ലേ? മക്കളും മക്കളായിട്ട് കുറെ ആളായില്ലേ? ഏട്ടന്റെ മക്കള്, ശിശു നബിന്റെ ജ്യേഷ്ഠന്മാരെ മക്കള്, പെങ്ങന്മാരെ മക്കള്, പെരുമക്കള്, പേരക്കുട്ടികള് കുറെ ആയില്ലേ? നിങ്ങൾ തസവ്വുറാക്കി നോക്കരുത്. നിങ്ങൾ സാങ്കല്പികമായിട്ട് കാണുന്നത്. പണ്ഡിതന്മാര് വരെ ഇത്തരം വിഷയം ഒരു സാങ്കല്പിക കഥ പോലെ, നോവല് പോലെ കാണുന്നുണ്ടാ. ശിശു അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് അവര് ആരുടെയും കബറും പുറത്തെത്തിയില്ല. ശിശു അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു. ഉടൻ തന്നെ ശൈത്താൻ ഇടപെട്ടു. ആ 1ാമത്തെയും 2ാമത്തെയും ഒക്കെ ആ തലമുറ തീരുമ്പോഴേക്ക് അവരെ മനസ്സിൽ നിന്ന് ആദം നബിയും ശീശു നബിയും പറഞ്ഞത് മായുന്നുണ്ടെന്ന് കണ്ടപ്പോൾ മൗലാനമാരെയും ഷെയ്ഖുനമാരെയും വിളിച്ചിട്ട് 2 ഖബറ് കാണിച്ചു കൊടുത്തിട്ട് ഇലാ ഹദ്റത്തി പഠിപ്പിച്ചു. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. കേരളക്കാർക്ക് എന്നാലേ എന്നിട്ടും മനസ്സിലാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബിയാക്കി അയച്ചു. മൂത്താപ്പന്മാരുടെയും ഉപ്പാപ്പന്മാരുടെയും പേരക്കുട്ടികളെ എല്ലാം വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു. 3ാമത്തെ ഖബറ് കാണിച്ചിട്ട് ശൈത്താൻ ഇടപെട്ടു. ഖബറല്ലാതെ വേറൊരു കളി ഉണ്ടായിട്ടല്ലോ, ഇല്ലെങ്കിൽ പറ. വേറെ ആരുടെ പേരിലാണ് ശിർക്ക് ആരംഭിച്ചത്? ശിർക്കും കുഫറും ശൈത്താൻ പ്രചരിപ്പിച്ചത് ആരുടെ അഡ്രസ്സിലാണ്? ജാറത്തിന്റെ അഡ്രസ്സിൽ, അല്ലെങ്കിൽ പിന്നെ എന്ത് അഡ്രസ്സിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് നബിന്റെ മക്കളെ ഏൽപ്പിച്ചു, പിന്നെ ഉസ്താദുമാരെ ഏൽപ്പിച്ചു, ആലിമീങ്ങളെ, മശായിഖുകളെ. ഇദ്രീസ് നബിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബുദ്ധി പഠിച്ച പണ്ഡിതന്മാരായിരുന്നു അവർ 5 പേർ. പിന്നെ അവരാണ് തർബിയത്ത് കൊടുക്കാൻ തുടങ്ങിയത്. ഉലമാക്കളെ ജോലി അവരാണ് തർബിയത്ത് കൊടുക്കാൻ തുടങ്ങിയത്. തൽക്കാലം നുബുവത്തിന്റെ തസ്തിക നിർത്തിവെച്ചു, വിലായത്തിന്റെ തസ്തികയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാൻ തുടങ്ങി. വലിയ മഹാന്മാരായ അള്ളാഹിനടുക്ക് സ്ഥാനങ്ങളുമാനുള്ള കിതാബുദ്ധി പഠിച്ച ആലിമീങ്ങൾ അവരാണ് പിന്നെ തർബിയത്ത് കൊടുക്കുന്നത്. അവരോരോരുത്തരും മരിക്കാൻ തുടങ്ങി. അവരെ ഇറാഖിലെ പൊതു ഖബർസ്ഥാനിൽ കബറടക്കാൻ തുടങ്ങി. അവർ 5 പേരും മരിച്ചതിന് ശേഷം ശൈത്താൻ നബിമാരെ ഖബർ കൊണ്ട് കളിച്ചിട്ട് നടക്കൂല, അതൊരു പ്രത്യേക സംരക്ഷണം അല്ലാഹു കൊടുക്കുന്നുണ്ട്, ഇനി ഔലിയാക്കന്മാരെ ഖബർ വെച്ചുകൊണ്ട് കളിച്ചു നോക്കാം. അങ്ങനെയല്ലേ ശൈത്താൻ ആദ്യമായിട്ട് ഔലിയാക്കന്മാരെ ഖബറിലേക്ക് എത്തിക്കുന്ന ജനങ്ങളെ? ആദം നബിന്റെ 10ാമത്തെ 11ാമത്തെ തലമുറയെ അങ്ങനെയല്ലേ ഔലിയാക്കന്മാരെ ഖബറും പുറത്ത് ആദ്യം മരത്തിന്റെ കുറ്റി കുഴിച്ചിട്ടത് ആദ്യമായിട്ട്? ഇബ്നു അബ്ബാസ് പറഞ്ഞ കഥയല്ല, നമ്മളാരും പറഞ്ഞ കഥയല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് 12ാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചിട്ട് ഈ കുറ്റി കാണിച്ചു കൊടുത്തിട്ട് അത് പൊരിച്ചു കഴിഞ്ഞിട്ട് കല്ലെടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതും ഇതും ഇബ്നു അബ്ബാസ് പറഞ്ഞ അന്ന് സംഭവമല്ലേ. പിന്നത്തെ തലമുറയിൽ ആ കല്ല് ഒന്ന് കെട്ടി നല്ല റെഡിയാക്കി വെച്ച്, എന്നിട്ട് നിങ്ങൾ ഉപ്പുപ്പന്മാര് വെറുതെ ചെയ്തതല്ല, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെയല്ലേ 12ാമത്തെ 13ാമത്തെ തലമുറ കബറും പുറത്തെത്തിയത്? അങ്ങനല്ലേ ഇലാ ഹദ്റത്തിയും അൽഫാത്തിയും തുടങ്ങിയത്, ജാവും ബർക്കത്തും തുടങ്ങിയത്? അർസലല്ലാഹു ഇലൈഹിം നൂഹൻ റസൂൽ. അപ്പോഴാണ് ഒരു സാധനം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ അല്ലാഹു തആല തൗഹീദിനെയും ശിർക്കിനെയും വേർതിരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ അതാണ് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ അതാണ് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്നത്. ആദം നബി തൊട്ട് നൂഹ് നബി വരെയുള്ള 1-ാം അധ്യായം ഇസ്ലാമിന്റെ ആ 1-ാം അധ്യായം തുടർന്നുള്ള സംഭവം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്.
ആ ഭയങ്കരമായ വെള്ളപ്പൊക്കത്തിൽ ഷിർക്കിനെ 100% നശിപ്പിച്ചു. ജാറവുമായി ബന്ധപ്പെട്ട ഷിർക്കിനെ 100% നശിപ്പിച്ചു. വഹദാനിയത്തിന്റെ അഹിലുകാരായ 70 പേരും ന്യൂനപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ നിലനിർത്തുകയും ചെയ്യും. അവിടെ മഹാഭൂരിപക്ഷം ഷിർക്കിന്റെ അഹിലുകാരാണ്, ജാറത്തിന്റെ ആൾക്കാരാണ്. മഹാഭൂരിപക്ഷം ജാറത്തിന്റെ ആൾക്കാരാണ്. വേറെ ഒരു മതം അന്ന് ലോകത്ത് നിലവിലില്ല. ആ മതത്തിന്റെ ആൾക്കാരെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. ഇവിടെ ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ ഒന്നിച്ചുള്ളത് ആകെ 70-80 പേരാണ്. ബാക്കിയുള്ളവർ മുഴുവനും ജാറത്തിലെത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ് അവര്. ആദം നബിയുള്ള, ഇദ്രീസ് നബിയുള്ള, ശീസ് നബിയുള്ള ആ ജാറത്തിലെത്തിയ മഹാഭൂരിപക്ഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കി. എന്താ കാര്യം? 1-ാം അധ്യായത്തിൽ തന്നെ 2 കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു. തൗഹീദിന്റെ നിലനിൽപ്പും ശിർക്കിന്റെ നാശവും. തൗഹീദ് കൊണ്ട് കിട്ടേണ്ട നേട്ടവും ശിർക്ക് കൊണ്ട് കിട്ടുന്ന നാശവും ആ 1-ാം അധ്യായത്തിൽ തന്നെ അല്ലാഹു തആല പഠിപ്പിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് 4-ാം അധ്യായം മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലേ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഓരോ കാലഘട്ടത്തിലും നിലവിലുള്ള പാരമ്പര്യക്കാർക്ക് ദീൻ പഠിപ്പിക്കായിരുന്നില്ലേ പ്രവാചകന്മാർ, റസൂലുകൾ? അമ്പിയാക്കള് തർബിയത്തിനുള്ളവരും റസൂലുകൾ ദഅവത്തിനുള്ളവരുമാണ്. തർബിയത്തും ദഅവത്തും രണ്ടുമാണ് റസൂലുകളെ ജോലി. തർബിയത്ത് തൗഹീദുള്ളവരെ അതിൽ നിന്ന് പാളിപ്പോകാതെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അതിനുള്ള തർബിയത്താണ് നബിമാര് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ മരണത്തിന് ശേഷം മൗലാനമാരുടെയും ശൈഖുനമാരുടെയും നേതൃത്വത്തിൽ ജാറവുമായി ബന്ധപ്പെട്ട് തൗഹീദ് കൊളാകുമ്പോൾ ആ സമയത്ത് റസൂലിനെ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കി. അതല്ലേ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്കിന്റെ ബൈഅത്തിനെ പറ്റി ശൈഖുൽ ഇസ്ലാം എഴുതിയത്? ലിയുജദ്ദിദ ദീന അബീഹിം ഇബ്രാഹിം. അവർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അവർ ഉപ്പാപ്പയായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനിനെ പുതുക്കാനാണ് മുഹമ്മദ് നബിയെ നിയോഗിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദീനുൽ ഇസ്ലാം നിലവിലുണ്ടായിരുന്നു. ഇസ്ലാമിക ചിട്ടകൾ നിലവിലുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ നിലവിലുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് മുഹമ്മദ് നബി റസൂലായിട്ട് വന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഒറിജിനൽ ദീനുൽ ഇസ്ലാമിന്റെ മൗലാനമാരും ശൈഖുനമാരും കൊളാക്കിയിട്ടുണ്ട്. അത് നേരെയാക്കാൻ അതിന് 1-ാമത്തെ തെളിവല്ലേ തൽബിയത്ത് അല്ലേ? മൗലാനമാരും ശൈഖുനമാരും കൊളാക്കിയ 1-ാമത്തെ തൽബിയത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച തൽബിയത്ത് തന്നെയായിരുന്നില്ലേ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക്. 4500 കൊല്ലത്തോളം അവർ ആ തൽബിയത്തിനല്ലേ ചൊല്ലിയത്. ഇബ്രാഹിം നബിക്ക് ശേഷം ഇസ്മായിൽ നബിക്ക് ശേഷം 4500 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ മുഹമ്മദ് നബി ജനിക്കുന്നത്. ഈ 4500 കൊല്ലം അതന്നെയല്ലേ അവർ ചൊല്ലിക്കൊണ്ടിരുന്നത്. ഈ തൽബിയത്തിൽ മായം ചേർത്തു മൗലാനമാര്. എന്താ കാര്യം? ജാറങ്ങളെയും കൂടി ആ തൽബിയത്തിൽ ഉൾക്കൊള്ളിച്ചു. ജാറങ്ങളെയും കൂടി മഹാന്മാരെയും കൂടി ആ തൽബിയത്തിൽ ഉൾക്കൊള്ളിച്ചു. ആദ്യത്തെ പറഞ്ഞതെല്ലാം അല്ല മാത്രം, അല്ല മാത്രം, അല്ല മാത്രം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ നീ മാത്രം. ഇത് അബൂജഹൽ പറഞ്ഞ കാര്യമല്ലേ? ഉത്ബത്ത് പറഞ്ഞ കാര്യമല്ലേ? അബൂ താലിബ് പറഞ്ഞ കാര്യമല്ലേ? ഷൈബത്ത് പറഞ്ഞ കാര്യമല്ലേ? എല്ലാവരും അതിനല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഏത് വിഷയത്തിലും നിനക്ക് ഒന്നിച്ചാരുമില്ല. 4000 കൊല്ലം ഖുറൈശികൾക്ക് ശീലമുള്ള വാചകമായിരുന്നില്ലേ അത്? അതിനുശേഷം ഹുസാ ഗോത്രക്കാരനായ അംർ ബിനു ലുഹയ്യ്, അയാളല്ലേ ആദ്യമായിട്ട് പിന്നെ ഔലിയാക്കളെ കൊണ്ടുവന്നിട്ട് മഹാന്മാരെ കൊണ്ടുവന്നിട്ട് ഇടയ്ക്ക് നിർത്തിയത്. എന്നിട്ട് ആ മഹാന്മാരെ ബർക്കത്തി ഈ വിഡ്ഢികളായ സമൂഹത്തെ കൊണ്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ തൽബിയത്തിൽ ഒരു ബാലുണ്ടാക്കി കൊടുത്തത്? ഇല്ലാ ശരീകൻ ഹുവ ലക് തംലിക്കുഹു വമാ മലക്. അതാണ് ഇപ്പം നിലവിലുള്ള ശീയത്തിന്റെ മുദ്രാവാക്യം. അന്ന് അബൂജഹൽ ഉത്ബത്തും പഠിപ്പിച്ചത് ഇല്ലാ ശരീകൻ, ഒരു പാർട്ട്ണർ, ഹുവലക്, അത് പുറത്തുള്ള ആളല്ല, നിന്റെ ആള് തന്നെയാ. നിന്റെ മഹാന്മാരാ, നിന്റെ വലിയ, നിന്റെ ശൈഖ, നിന്റെ അടിമക കൂട്ടത്തിൽ വലിയ വലിയ മഹാന്മാരാ. ഇല്ലാ ശരീകൻ ഹുവലക്. അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, അവർ സ്വന്തം ചെയ്യുമെന്ന് പറയുന്നില്ല. തംലിക്കുഹു വമാ മലക്, അവർക്ക് എന്തുണ്ടെങ്കിലും അത് നീ കൊടുത്തതാ. തൽബിയത്തിൽ അവർ കൂട്ടിയതാണ്. റസൂലുള്ളാഹി തങ്ങൾ വന്നു, തജ്ദീദ് ചെയ്തു, ആ കഷ്ണം വെട്ടിമാറ്റി
മറ്റേത് നിലനിന്ന്. അതിലിപ്പോ നമ്മൾ നിലവിലുള്ളത് അതല്ലേ? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ ദീനുമായിട്ട് വന്നതല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പുറത്ത് കൂടെ ഇസ്മായിൽ, യൂസുഫ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ ദീനുമായിട്ട് വന്നതാണ്. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ സംസാരിച്ചത്, അല്ലെ? ഈ മജ്‌ലിസിൽ വെച്ച് പലർക്കും ഈ മജ്‌ലിസ് എന്താണ് മറ്റാന്ന് മനസ്സിലായിട്ടില്ല. കൂട്ടരെ, ഈ മജ്‌ലിസിന് സംഘടനയായിട്ടൊരു ബന്ധവുമില്ല, KNM-ഉമായിട്ടും ബന്ധമില്ല, മറ്റുള്ള ഒന്നുമായിട്ടും ബന്ധമില്ല. ഇത് ചുഴലി അബ്ദുള്ള മൗലവിക്കും മക്കൾക്കും കൂടാനുള്ള വീടാണിത്. ആ വീട്ടില് ചുഴലിക്കും മക്കൾക്കും നിസ്കരിക്കാനുള്ള സ്ഥലമാണിത്. ചുഴലിക്ക് 10 മക്കള്, 5 പെമ്മക്കള്, 15. ഇപ്പം ചുരുങ്ങിയത് 52 പേരക്കുട്ടികളുണ്ട് ചുഴലിക്ക്. ഈ 52 പേരക്കുട്ടികൾക്കും കൂടി ഒരുമിച്ച് കൂടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണിത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി എനിക്കൊരു സഹോദരൻ ഫ്രീ ആയിട്ട് ഈ സ്ഥലം തന്നത്. നാളെ ആഖിറത്തിൽ അല്ലാഹു വലിയ വലിയ കൂലി കൊടുക്കട്ടെ. എന്തുകൊണ്ട്? ഉപ്പാക്കും മക്കളും ഇവിടെ നടക്കുന്ന കാലത്തോളം പ്രതിഫലം ആ ഉപ്പാക്ക് കിട്ടുമെന്ന് എനിക്ക് തന്ന സഹോദരന്റെ ബാപ്പ ആലിമാണ്, ഇന്ന് ബർസഖിലാണ്. ഇതിന്റെ രസമൊക്കെ അന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. ഇത് വിശ്വസിക്കുന്നിടത്തിനാണ് ഞാൻ. അങ്ങനെ ആ സഹോദരൻ എനിക്ക് സ്ഥലം തന്നു. ഞാൻ ഉണ്ടാക്കിയ വീടാണിത്, എന്റെ വീടാണിത്. ഇത് നാട്ടുകാർക്കുള്ള പള്ളിയല്ല. കാരണം എന്റെ മക്കളും പേരക്കുട്ടികൾ ഇപ്പം തന്നെ 54ഓളം വരുന്ന പേരക്കുട്ടികളുടെ കൂട്ടത്തിൽ 32, 34 ആൺകുട്ടികളാണ്. അതിൽ 6 ആഫിലീങ്ങളായി, ബാക്കി 8-10 ആഫിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാനും എന്റെ മക്കളും പേരക്കുട്ടികളും കൂടിയാൽ തന്നെ സ്ഥലം വേറെ നോക്കേണ്ടി വരും. നിങ്ങൾ എന്താണിത് മനസ്സിലാക്കി ഗൗരവം മനസ്സിലാക്കാത്തത്? തത്തുല്യ മറ്റങ്ങൾക്ക് ലോകത്ത് വേറൊന്നും കാണാൻ കഴിയില്ല, കേരളത്തിൽ നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടാണിത്. എൻ്റെ മക്കൾ ആഴ്ചക്ക് ഒരുമിച്ച് കൂടുന്നു വെള്ളിയാഴ്ച. ഒപ്പം എൻ്റെ അടുത്ത കൂട്ടുകാർ, എൻ്റെ സ്നേഹിതന്മാർ, എന്നോട് ഇഷ്ടമുള്ളവർ മാത്രം, ആരെയും ക്ഷണിച്ചിട്ട് വരുന്നതല്ല. എന്നോട് എൻ്റെ മക്കളോട് ഇഷ്ടമുള്ളവർ വരും അള്ളാഹുവിനെ കേൾക്കാൻ, വഹദാനിയത്ത് കേൾക്കാൻ, തൗഹീദ് കേൾക്കാൻ. ആരെയും ക്ഷണിച്ചിട്ടില്ല ഇന്നവരെ ഇങ്ങോട്ട് വരാൻ. അള്ളാഹിന് ഇഷ്ടമുള്ളവർ, അള്ളാഹിന് ഇഷ്ടമുള്ളവർ, അള്ളാഹിനെ പറ്റി കേൾക്കൽ രസമായി തോന്നുന്നവർ, അതൊരു ഹരമായി തോന്നുന്നവർ, അവർ മാത്രമാണ് വരുന്നത്. ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന നസീഹത്താണ്. അതാണ് കഴിഞ്ഞ ആഴ്ചയുള്ള നസീഹത്ത്. ഇന്ന് ലോകം മുഴുവൻ നടന്നത് അത് KNM-ന്റെ സ്റ്റേജിൽ പ്രസംഗിച്ച വയലൊന്നും അല്ലാതെ. നിങ്ങൾ എന്തിനാണ് KNM-നെ ദ്രോഹിക്കാൻ നിൽക്കുന്നത്? ഞാനും KNM-ഉം തമ്മിൽ എന്ത് ബന്ധമാണ്? ഞാനൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ഇന്നവരെ ഒന്നിലും. ഞാൻ ഇവിടുത്തെ ഒരു സംഘടനയിലും, എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഞാൻ എല്ലാവരും അവരുടെ ആവശ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. ഞാൻ 1977 40-50 കൊല്ലം മുമ്പ് ഞാൻ ഖത്തീബായിരിക്കുന്ന കാലം മുതലേ ഞാൻ ഖുത്ബ പരിഭാഷ നടത്തുന്ന ഒരുത്തനാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് എൻ്റെ പേരിൽ വേറൊരു സംഘടനയും മറ്റൊക്കെ ബന്ധിപ്പിച്ചിട്ട് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നത്? വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്നവരെല്ലാം ഏതോ ഗുഹയിൽ ഇരുന്നിട്ട് എന്തിനാണ് ഈ ഫസാദ് ഉണ്ടാക്കുന്നത്? ഞാൻ ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയോ ഇന്ന് വരെ ഞാൻ സമസ്ത എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലല്ലോ. 3 കൊല്ലയിലെ ഞാൻ ഇവിടെ നസീഹത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട്, 55 കൊല്ലയിലെ ഞാൻ പറയാൻ തുടങ്ങിയിട്ട്, ഞാൻ ഇന്നുവരെ സമസ്ത എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇന്നുവരെ ഇവിടുത്തെ സംഘടനന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഏതെങ്കിലും സ്റ്റേജിൽ KNM എന്നോ എൻ്റെ എൻ്റെ പൊതു നസീഹത്തില് അല്ലെങ്കിൽ എൻ്റെ ഖുതുബയില് വേറെ ഏതെങ്കിലും സംഘടനന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ആരുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇവിടെ പല കറവ പശുക്കളെയും കറന്നിട്ട് ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല. എല്ലാവരും ഒരേ ഗണത്തിലാണ് കൂട്ടുക. 55 കൊല്ലമായില്ലേ ഞാൻ ജനങ്ങളോട് അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴല്ലേ ചാനലുകാർ വന്നത്. ചാനലുകാർക്ക് എന്തറിയാം? 55 കൊല്ലമായി ജനം എന്റെ നസീഹത്ത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അന്ന് പറഞ്ഞു തന്നെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ പറഞ്ഞ വിഷയം എന്താ? ഞാൻ ഏതെങ്കിലും ഇന്ന സംഘടന തുടരാൻ പാടില്ല, ഇന്ന സംഘടന കാഫറാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന വ്യക്തി കാഫറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന പ്രസ്ഥാനം കാഫറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന നാട്ടിന്റെ ഒരു മഹല്ലത്തിന്റെ പേര് പറഞ്ഞിട്ട് മഹല്ലത്തിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന മുസ്ലിയാരെ തുടരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ആരുടെയെങ്കിലും പേര്, ഏതെങ്കിലും സംഘടനന്റെ പേര് ഞാൻ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നോ? 1 മണിക്കൂറും 25 മിനിറ്റും കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത നസീഹത്തില് 2 മിനിറ്റ് നേരത്തെ അവലും ആഹ്റും ഇല്ലാതെ എടുത്തിച്ച് ഇവിടുത്തെ ചാനലുകാര്, അത് കുഫറിന്റെ അഹലുകാരുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, ഇതൊന്നും എന്താന്ന് തിരിയാത്ത ആൾക്കാരുണ്ട്. അവർ കൊണ്ടുവന്ന വിഷയം വെച്ചുകൊണ്ട്
ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാനുണ്ടായ കാരണം എന്താ? എനിക്കതിലൊന്നും വിഷയമില്ല. അത് ഇവിടെ ഒരു സംഘടന തിന്മയാണെന്നും പറഞ്ഞിട്ട് ഈ ഉമ്മത്തിനെ കുളത്തിലിറക്കി ഏതോ ഗുഹയിൽ പോയിട്ടിരിക്കുന്ന ഒരുത്തൻ ചൊയ്ലി മുസ്ലിയാര് ഈ പറഞ്ഞത് കുഫറാണ്, ഞാൻ പറഞ്ഞത് കുഫറാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു മാന്യതയില്ലേ? എന്നെ വിളിക്കാമായിരുന്നില്ലേ? എന്റെ വാക്ക് ഇങ്ങനെ കളിക്കുമ്പം എൻ്റെ അടുത്ത കൂട്ടുകാരല്ലേ അവരൊക്കെ, അവർക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഞാൻ കൂട്ടുകാരനല്ലേ? എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്തും തഹക്കിക്കുക. ഈ പറയുന്ന സംഘടനക്കാര് പിന്നെ അവരുടെ ഉസൂൽ അനുസരിച്ച് വലിയ അതായത് അവർ മാത്രമാണ് ലോകത്തെ ആലിം, വേറെ ആരും ആലിമല്ല, അവർ പറയുന്നത് എല്ലാവരും കേൾക്കാൻ പാടുള്ളൂ, മറ്റുള്ളവന് ഇൽമല്ല എന്ന് ഒരു ഗുഹയിൽ ഇരുന്നിട്ട് പറയുമ്പോ എന്നെ വിളിക്കാൻ അനുയായികളെ കൊണ്ട് മുരീദന്മാരുണ്ടല്ലോ, കുറെ അന്ധമായി അംഗീകരിക്കുന്ന തെരീഖത്തിന്റെ മുരീദന്മാരുണ്ടല്ലോ കുറെ എൻ്റെ കൂട്ടുകാര്, അവരെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? ആ പ്രസംഗം ഒന്ന് മുഴുവൻ അയച്ചു തരാൻ പറ്റുമോ? അതിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? ഞാൻ തിരുത്തി തരില്ലേ? ഞാൻ പറഞ്ഞ പോലെ പറയുമല്ലോ, തെറ്റാണ് ഞാൻ തിരുത്തുകയും ചെയ്യുമല്ലോ. എന്നോടൊരു വാക്ക് പോലും പറയാതെ ചൊയ്ലി മുസ്ലിയാർ കാഫറാക്കി എല്ലാവരെയും. നിങ്ങൾ ഈ വെറും ചാനലിൽ വന്ന കളവെടുത്ത് തിരിച്ചിട്ട് നിങ്ങൾ ഏത് ഉസൂൽ അനുസരിച്ചാണ് അത് എന്നെ കൈകാര്യം ചെയ്തത്? നിങ്ങൾ പറയുന്നത് മന്നജു സലഫി മന്നജ് നിങ്ങൾക്കേ അറിയുള്ളൂ എന്ന്. സംഘടന തിന്മയാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കൂടാരത്തിൽ കൂടിയിട്ട് ഇങ്ങനെ പറയുന്ന ഒരാളുണ്ട്. അയാൾ പറഞ്ഞത് എന്താണ്? മന്നജു സലഫ് അനുസരിച്ച് ഉസൂൽ അനുസരിച്ചാ പറയാൻ പറഞ്ഞു. നിങ്ങൾ ഉസൂൽ അനുസരിച്ചാണോ ഈ കാര്യം ചെയ്തിരിക്കുന്നത്? നിങ്ങളെ പരസ്യമായിട്ട് എന്നെ ആക്ഷേപിച്ചതും എന്നെ പരസ്യമായിട്ട് നിങ്ങൾ വീഴില്ലാത്തവനാണ്, വിഡ്ഢിയാണ്, മറ്റവനാണ്, മറിച്ചത് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഞാൻ നിങ്ങളായിട്ട് ബന്ധമുണ്ടല്ലോ. നിങ്ങൾക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? മലീസഭ നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ഉസൂൽ അനുസരിച്ചാണോ എന്നെ വിഡ്ഢിയാക്കിയത്? ആരോ പറയുന്ന കേട്ട് കളവ് വെച്ചിട്ടല്ലേ നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കിയത്? നിങ്ങൾക്കും ഹുജ്ജത്ത് ഹാജരാക്കണ്ടായിരുന്നു. നിങ്ങൾ അവിടെ ഹുജ്ജത്ത് ബാധകമല്ല. എന്നെ വിഡ്ഢിയാക്കുമ്പോൾ അതിൽ ഹുജ്ജത്ത് ഹാജരാക്കണ്ടേ, തെളിവ് ഹാജരാക്കണ്ടേ? നിങ്ങൾ പറയുന്ന എന്താണ്? ഒരാളെ കാഫറാക്കണമെങ്കിൽ ഹുജ്ജത്ത് കൊടുക്കണം, മറ്റത് കൊടുക്കണം, മറിച്ചത് കൊടുക്കണമെന്നില്ലേ? അതേപോലെ തന്നെ എന്നെ പറ്റി പറയുമ്പോഴും അതേ ഹുജ്ജത്ത് ബാധകല്ലേ നിങ്ങൾ ഉസൂൽ? അവിടെ എത്തുമ്പോൾ ഉസൂൽ നിങ്ങൾക്ക് ഏതോ പ്രസ്ഥാനത്തോട് കൃത്യമായ ദേഷ്യവും വെറുപ്പുമുണ്ട്. അവരുമായിട്ട് ആ വെറുപ്പ് തീർക്കാൻ നിങ്ങൾ എന്നെ ഉപയോഗിക്കുകയാണ്. എനിക്ക് നല്ല ബോധ്യം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ബസിൽ മുസ്തഫയ്ക്ക് എന്നെ നന്നായിട്ട് അറിയില്ലേ? ബസിൽ മുസ്തഫ എന്നെ വിളിക്കാറുമില്ലേ? ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു സ്റ്റേജിൽ വെച്ച് KNM-ന്റെ സഹയാത്രികനായ ഒരു മുസ്ലിയാർ വിഡ്ഢിത്തം പറഞ്ഞു. ബസിൽ മുസ്ലിയാർ, നിങ്ങൾക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ മൗലവി സാഹിബേ? നമ്മൾ പഴയ പരിചയം വെച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടല്ലോ, ശരിയാണോ? ഞാൻ തിരുത്തി കൊടുക്കൂലേ? ഞാൻ പറഞ്ഞ പോലെ പറയില്ലേ? എന്നോട് ചോദിച്ചിട്ടാണോ ഫത്വ ഇറക്കിയത്? ഈ പറഞ്ഞവരാരെങ്കിലും ഈ ഒരാഴ്ചക്കുള്ള എന്നെ വിളിച്ചോ? ഈ ചാനലുകാരെങ്കിലും വിളിച്ചോ? ആരോ തട്ടിവിട്ട കളവ് വെച്ചുകൊണ്ട് വാക്കിനെ ആ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതാക്കി. ഞാൻ ഏത് മഹല്ലിനെയാണ് ഞാൻ കാഫറാക്കിയത്? ഏത് മഹല്ലിനെയാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഷീയ്യത്തല്ലേ എന്റെ ചർച്ച. ആ ഷീയ്യത്തിൽ പിന്നെ ഷിയാക്കളുടെ ആദ്യത്തെ കുത്തുബിയത്തായ യാ ഇമാം യാ അലി കുത്തുബിയത്ത്, അതെന്താ ഇപ്പൊ നടപ്പിലില്ലാത്തത്? അത് ചിർക്കിന്റെയും കുഫറിന്റെയും ഏർപ്പാടായതുകൊണ്ടല്ലേ തള്ളിയത്? പിന്നെ യാ ഹുസൈൻ യാ ഹസൻ കുത്തുബിയത്ത്, അതും കുത്തുബിയത്തായിട്ട് നിലനിന്നിരുന്നില്ലേ? 200 കൊല്ലത്തിന് ഇപ്പുറത്തല്ലേ യാ ഗൗസ് യാ മൊഹീദ്ദീൻ കുത്തുബിയത്ത് വരാൻ തുടങ്ങിയത്? ഈ കുത്തുബിയത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഉസൂൽ അനുസരിച്ച് അത് കുത്തുബിയത്ത് കഴിക്കുന്ന ആളെ മനസ്സിലെന്താന്ന് അറിയണം. എന്റെ മനസ്സിലെന്താന്ന് നിങ്ങൾ പറയണ്ടേ? കുത്തുബിയത്ത് കഴിക്കുന്ന ആള് എന്ത് ചിന്തയിലാന്ന് പറയണം. ആ ചിന്ത എനിക്കെന്ത് നിങ്ങൾ പറയണ്ടേ? എന്റെ ചിന്ത എന്താന്ന് പറയണ്ടേ? അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം എന്നതിനെ പറ്റി പറയുന്ന അതിരുമ്പാന്റെ വാതകം. നിങ്ങൾ പറഞ്ഞെന്താ? അത് കുത്തുബിയത്ത് കഴിക്കുന്ന ആളെ മനസ്സ് നമ്മൾ അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മുശ്രിക്കാക്കുക? എന്റെ മനസ്സ് നിങ്ങൾക്ക് അറിയില്ലല്ലോ, പിന്നെ എന്നെ കാഫറാക്കൽ എങ്ങനെ? കാഫിറിലല്ലാത്തൊരുത്തന്നെ കാഫിറാക്കിയ ഓനും കാഫിറെന്ന് എന്നെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഉജ്ജത്ത് പറയാൻ തെളിയുണ്ടേ? എന്റെ ഉള്ളത് നിങ്ങൾക്കറിയോ? അതിന്റെ കൈഫിയത്ത് ഒരത്തും പറഞ്ഞത് കൈഫിയത്താണ്. ആ കൈഫിയത്ത് എന്റെ കാര്യത്തിലും ബാധകമല്ലേ? നിങ്ങൾ പഠിപ്പിച്ചത് തന്നെയല്ലേ ഷിർക്കിന്റെ കാര്യത്തിലും കുഫറിന്റെ കാര്യത്തിലും മൊത്തത്തിൽ കൈഫിയത്തിന് ചിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ എല്ലാവരോടും നിങ്ങൾ കാദിയാനികളെ കാഫിറാക്കിയത് എന്തിനാ? ഈ പറയുന്ന സെൻസർ സൂള്ളക്കാരും അതേപോലെ തന്നെ സെലഫിയത്തിൽ നുഴഞ്ഞു കയറിയ ഷിയാക്കളും അതേപോലെ തന്നെ ഇവിടുത്തെ പാരമ്പര്യ ഷിയാക്കളും ഈ കാദിയാനികളെ മാറ്റി നിർത്തിയത് എന്തടിസ്ഥാനത്തിലാ? നിങ്ങൾ അവരെ പള്ളിപ്പോയി നിസ്കരിക്കോ? നിങ്ങൾ അവരെ കുട്ടികളെ പിയാപ്പിളേക്ക് എടുക്കോ? നിങ്ങൾ യാത്ര ചെയ്ത് ഒത്തും പറഞ്ഞല്ലോ, അത് യാത്ര പോകുന്ന സയൻസ് സുഖക്കാരൻ പറഞ്ഞതാ. യാത്ര ചെയ്തിട്ട് പോകുമ്പോൾ ഒരു പള്ളിയിൽ അല്ലാഹു അക്ബർ കേൾക്കും, നമുക്ക് അറിയിക്കാലോ. കാദിയാനിയുടെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്നല്ലേ പറയല്? കാദിയാനിയുടെ പള്ളിയിൽ നിന്ന് അക്ഷരല്ലേ പറയല്? കാദിയാനിയുടെ പള്ളി ഉമർ റസൂലല്ലേ പറയല്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കാഫറാക്കി? നിങ്ങൾ എന്തിനു കൊടുക്കും? ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 5 ആയില്ലേ?
നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കാദ്യാനികളെ കാഫിർ എന്ന് പറഞ്ഞത്? കേരളത്തിൽ ആദ്യമായിട്ട് കാദ്യാനികൾ കാഫിറാണെന്ന് സമസ്തക്കാരല്ലേ പറഞ്ഞത്? അഷ്റഫ് അലി താനവിയെ പോലുള്ള ദൈവബന്ധി പണ്ഡിതന്മാരല്ലേ ആദ്യം തുടങ്ങി വെച്ചത്, അൻവർ ഷാ കാശ്മീരിയെ പോലെയുള്ളവർ. ഈ കാദ്യാനികളെ കാഫിറാക്കിയത് എന്തടിസ്ഥാനത്തിലാ? എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവർ കൃത്യമായി 5 നേരം നിസ്കരിക്കുന്നവരല്ലേ? അവര് കുത്തുവെറ്റയിക്കാറുണ്ടോ? യാ മിർസ യാ ഗുലാം, യാ മിർസ യാ ഗുലാം. വല്ലാഹി അത് കുത്തുവെറ്റയിക്കാറില്ലല്ലോ. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാന്റെ പേര് അവർ കുത്തുവെറ്റയിക്കാറുണ്ടോ? അവർ മൗലൂദ് കഴിക്കാറുണ്ടോ? അവർ ഇന്നും പള്ളികളില്ലേ? കേരളത്തിൽ പള്ളിയില്ലേ? കർണാടകത്തിൽ പള്ളിയില്ലേ? നിങ്ങൾ ആരും ആ പള്ളിയിൽ പോകില്ലല്ലോ. നിങ്ങൾ അവരെ കാഫിറാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് നിഫാക്ക് മുനാഫിക്കുകളെ? നിങ്ങൾ എന്താണ് അവരെ കാഫിറാന്ന് പറയാത്തത്? നിങ്ങൾ രഹസ്യമായിട്ട് അവർ കാഫിറാണ്, അവിടെ പള്ളിയിൽ പോകാൻ പാടില്ല പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഭൂരിപക്ഷ ശിർക്ക് നിങ്ങൾക്ക് കൂട്ടുകാരും ന്യൂനപക്ഷ ശിർക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രശ്നമല്ലാതെ. അപ്പം ഫാസിസ്റ്റുകൾ അതേ നയം. ഫാസിസ്റ്റുകൾ എന്താ? ഭൂരിപക്ഷം പറയും പോലെ കേട്ടോളണം. ഫാസിസ്റ്റുകളുടെ രാഷ്ട്രീയം എന്താ? ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം പറയും പോലെ ന്യൂനപക്ഷം കേട്ടോളണം, ന്യൂനപക്ഷം മിണ്ടാൻ പാടില്ല. ഇതും ഫാസിസം തന്നെയല്ലേ? ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷം പറയുന്നത് നിന്നോളണം, സെലഫി ന്യൂനപക്ഷം പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിച്ചോളണം. ഇതല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെക്കാൾ വലിയ ഫാസിസമാണോ മറ്റേ ഫാസിസം, രാഷ്ട്രീയ ഫാസിസം? ഇവിടെ ഞാൻ ചോദിക്കുന്ന വിഷയം, എനിക്ക് KNMുമായിട്ട് നിങ്ങൾ ഈ പറയുന്ന മാതിരി എന്ത് ബന്ധമാണ്? ഞാൻ തുറന്ന പുസ്തകമല്ലേ ഈ ചൊല്ലി അബ്ദാം പോലെ 48 കൊല്ലം 50 കൊല്ലമായില്ലേ നിങ്ങളെ മുമ്പിൽ ഞാൻ കേരളത്തിന് തിരുവനന്തപുരം തൊട്ട് മംഗലാപുരം, കന്യാകുമാരി തൊട്ട് മംഗലാപുരം വരെ അല്ലേ? ഏതെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത് കൂടിയിട്ടുണ്ടോ? ഞാൻ സമസ്തക്കാരെ എന്നെ കൂട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ? ഞാൻ ഖത്തീബായ കാലം മുതലേ കുത്തുബ ഭാഷ നടത്തുന്നവരാണ്. ഞാൻ 1979 വളവട്ടണം മന്നയിൽ കുത്തുബ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഖത്തീബാണ്. 79 ഞാൻ അവിടെ ജുമാ തുടങ്ങുന്നത്. അന്നേ ഞാൻ മിമ്പർ വന്ന് മലയാളത്തിൽ പ്രസംഗിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ സംഘടനാ രംഗത്തൊന്നും സമസ്തക്കാർ എന്നെ കൊണ്ടുപോകാറില്ല. ഞാൻ കുത്തുബ ഭാഷ നടത്തുന്നവനായതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഡിയം പള്ളിയിലേക്ക് 83 പോകുന്നത്, തലശ്ശേരി സ്റ്റേഡിയം പള്ളിയിൽ. അവിടെ ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഖത്തീബ. അതുകൊണ്ട് തന്നെ സമസ്തക്കാരുമായിട്ട് എന്തെങ്കിലും സംഘടനാ ബന്ധത്തിൽ ഏർപ്പെടേണ്ട ഒരു ഗതികേട് അള്ളാഹു തആല എനിക്ക് തന്നിട്ടില്ല. അതിന് കാരണം അള്ളാഹു വെച്ചത് ഇതാണ്, ഈ പരിഭാഷ. അവരെന്നെ അടുപ്പിച്ചില്ല, അവരെന്നെ സംഘടനാപരമായ കാര്യത്തിൽ കൂട്ടൂല തന്നെ. 1979 ഞാൻ പള്ളിക്കരയിലെ കല്ലിങ്കാൽ മദ്രസയിൽ സദറായിട്ട് നിന്നത്. നല്ല ഗ്രാൻഡായിട്ട് നബിദിന മഹാസമ്മേളനം നടത്തിയവനാണ് ഞാൻ. കല്ലിങ്കാലിൽ നിന്ന് പൂച്ചക്കാട് വരെ എല്ലാ മദ്രസ, തൊട്ടി മുതല് പള്ളിപ്പുഴ മുതല് പിന്നെ മഠം മുതല് അവിടെയുള്ള എല്ലാ മദ്രസയിലും കുട്ടികളെ കല്ലിങ്കാൽ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഭയങ്കരമായ ജാഥ, ഞാൻ മുമ്പിൽ നടന്നിട്ട് പാട്ടും പാടി ജാഥ നടത്തിയവനാണ് ഞാൻ. ഉമർ റളിയല്ലാഹു തആല ഇസ്ലാമായതിനു ശേഷം ആരെങ്കിലും നിങ്ങൾ പണ്ട് അങ്ങനെയല്ലേ എന്ന് ചോദിക്കാറുണ്ടോ? നിങ്ങളായിരുന്നു ചോദിക്കോ? ഉമർ റളിയല്ലാഹുവിനോട് ധൈര്യമുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ? ഉമറെ കൂടുതലൊന്നും പറയണ്ട, പണ്ടെന്താന്ന് നമുക്കറിയാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ ഇല്ല. കുത്തിവെത്ത് വെച്ചിട്ടുണ്ട്. ഈ കല്ലിങ്കാൽ വെച്ച് ഞാൻ കുത്തിവെത്ത് വെച്ചിട്ടുണ്ട്. 50 പൈസ കിട്ടും കുത്തിവെത്തിന് പോയാൽ. ആദ്യം കിട്ടൽ അവര് വെച്ചത്, കുത്തിവെത്ത് കഴിഞ്ഞാൽ കിട്ടിയ നെയ്ച്ചോറും ബിരിയാണി 50 പൈസയും കിട്ടും. കൊണ്ടുപോകുമ്പോൾ കാറിലാ പോവുക, വരുമ്പോൾ നടന്നിട്ടാ വരിക. ആവശ്യം തീർന്നല്ല. അവൻ ചെയ്തിട്ട് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ തനി ഷീയത്തിൽ നിന്ന് കടന്നു വന്നവനാണ്. ഞാൻ അന്നേ പറയാറുണ്ടല്ലോ ഞാൻ നിങ്ങളോട്. ഞാൻ സലഫിയായിട്ട് ജനിച്ചോനല്ല, തനി ഷീയത്തിൽ നിന്ന് കടന്നു വന്നവനാണ് ഞാൻ. എനിക്ക് നിങ്ങൾ ശേഖന്മാരാരും വേണ്ട. എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് അറിയപ്പെട്ട വലിയ ചൊയ്ലിയിലെ കുഞ്ഞമ്മദ് മുലാർക്ക എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മാന്റെ കാരണോറാ. അതിന് കബറും മക്കബറിയെല്ലാം ഉണ്ട് അവിടെ. വെട്ടിപ്പൊടിക്കുക മക്കബറിയില്ല, കബറ് ഇലാഹവർത്തിയായിട്ട് നമ്മൾ പോകാറുണ്ട്. ഞാനും ഉമ്മയെല്ലാം ഇലാഹവർത്തി വെച്ചിട്ട് പോകാറുണ്ട്. എല്ലാ കൊല്ലവും ഉമ്മ ആണ്ട് കഴിക്കും ഇക്കാക്കാന്റെ പേരില്. ഉമ്മ അള്ളാനെ കഴിച്ചപ്പന്നെ ഇക്കാക്കനെ വിളിക്കുക എന്റെ ഉമ്മ. അത് കേട്ട് വന്നവനാണ് ഞാൻ. അള്ളയും ഇക്കാക്കിന ഉമ്മ പറയാ. നേരത്തെ പറഞ്ഞില്ലേ അള്ളയും നിങ്ങൾ ഉദ്ദേശിച്ചാന്ന് പറഞ്ഞ പോലെ അള്ളാനെ പറഞ്ഞ അപ്പൊ ഇക്കാക്കനെ പറയും ഉമ്മ. ആ ഇക്കാക്കന്നെ ആണ്ട് റമദാൻ 27 അന്ന് അതിന് നേർച്ച വരും. എന്റെ അടുത്ത് നേർച്ച പൈസ തരും ആരെങ്കിലും, അത് ഞാൻ ചാപ്പിടും, ഉമ്മ കൊടുക്കൂല. എന്നിട്ട് എന്തെങ്കിലും സൂക്കേട്ട് വന്നാൽ അന്ന് തന്നെ ഉമ്മ പറയും, ആരെങ്കിലും ഉണ്ടാവും നേർച്ച പൈസ കൊടുത്തിട്ട് അതിന് വയറ്റുന്നളിയാകാന്ന് പറയും. ഇതൊക്കെ കുട്ടിക്കാലത്തെ കഥകളാണ്. അങ്ങനെ 1990 ബാപ്പ മരിക്കുന്നത്. സലഫിയത്ത് എന്താണ്, ഇസ്ലാം എന്താണ്, തൗഹീദ് എന്താന്ന് അറിയാത്ത കാലം. ഈ പള്ളി ദർശനം കിതാബോധി പഠിച്ചിട്ട് കിട്ടിയ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നിഫാസ് മുതലായ കാര്യങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്, മുഹമ്മദ് റസൂൽ എന്താണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എല്ലാരെ പോലെയും. അങ്ങനെ 3 കൊല്ലം മുമ്പ് ഉമ്മ രോഗിയായി. ഞാൻ ഉമ്മ അടുത്ത് പോയിട്ടിരിക്കും.
എന്റെ അനുജനുണ്ട് ചുഴലി മൊഹീദ്ദീൻ മൗലവി. ഞാൻ ഇത് പറയാൻ കാരണം ഒരാൾ എന്നെ വിളിച്ചിട്ട് നിങ്ങളെ അനുജൻ പറഞ്ഞല്ലോ ഇക്കാക്ക നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ പണ്ട് ഇക്കാക്കാക്ക് യാസീൻ ഓതിയിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞല്ലോ, അതെങ്ങനെ ശരിയാവുന്നിട്ട് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അതുകൊണ്ടത് ക്ലിയർ ആക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ക്ലിയർ ആക്കേണ്ടി വന്നത്. അങ്ങനെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയിരിക്കും. അങ്ങനെ അതിലും പോയി അതിലും തീർന്ന് ചൊല്ലിന്ന് താമസമൊക്കെ മാറ്റി, അത് പെങ്ങൾക്ക് കൊടുത്തു ആ വീട്. അങ്ങനെ ഉമ്മ വേറൊരു പെങ്ങളെടുത്ത് താമസമാക്കി. ആ പെങ്ങളെ ഭർത്താവ് ആവട്ടെ അച്ഛൻ ഏൽപ്പിക്കാരനാണ്, അതിലുള്ള മക്കളും ഏൽപ്പിക്കാരാണ്. ഇപ്പോഴും എന്റെ പിള്ളേർക്കെല്ലാം അറിയാം, എല്ലാം സമരമാണ് അവരായിട്ട്. ഞാൻ എങ്ങനെ ഇടപെടാറില്ലെങ്കിൽ അങ്ങനെ ഉമ്മ രോഗിയായിട്ട് കിടന്നു. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ഇരിക്കും തലക്കുമ്പത്ത്. എന്നിട്ട് ഉമ്മാനോട് പറയും, ഉമ്മ മരിച്ചാൽ ഇക്കാക്കനെ കൊണ്ട് എന്തെങ്കിലും നേട്ടം നാളെ ആഹൃത്തി കിട്ടുമെന്ന് ഉമ്മാക്ക് തോന്നുന്നുണ്ടോ? കുഞ്ഞമ്മദ് സർക്കാരെ വരുവെക്കുന്നുള്ള അഡ്രസ്സിന്റെ നമുക്ക് നിങ്ങളൊക്കെ ഏതോ ആൾക്കാരെ വിളിച്ചിട്ട് ചർച്ചലി കൊണ്ടിരുന്നു. ഞാൻ അങ്ങനെയല്ല, എന്റെ സ്വന്തമായിട്ട് തന്നെ ഉണ്ട്. എനിക്ക് പച്ച ഷാളിന്റെ കുറവേ ഉള്ളൂ. ആ ജാറായത്തേക്ക് കോടികൾ വരും, എനിക്കറിയാം. എനിക്കെല്ലാം നിങ്ങൾ പറയുന്ന എല്ലാ യോഗ്യത ഉണ്ട്. പച്ച ഷാളിന്റെ കുറവേ ഉള്ളൂ എനിക്ക്. എന്നിട്ട് എന്റെ ഇക്കാക്കാന്റെ കബറിന്റെ അടുത്ത് പോയിട്ട് ഫാത്തിം വിളിച്ചിരുന്ന നിങ്ങളൊക്കെ എന്റെ പിന്നാലെ വരും, എനിക്കറിയാം നന്നായിട്ട്. അങ്ങനെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മക്ക് തോന്നുന്നുണ്ടോ? അവരാരും കേൾക്കാണ്ട പറയാ, കാരണം അവർ കേട്ടോ. അപ്പൊ അബൂ താലിബിന്റെ അടുത്ത് അഷ്റഫുൽക്ക് ഒബുജയിലും പോയ മാതിരിയാണ്. ഞാൻ എന്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇക്കാക്കാരെ പതാലെ കൊണ്ടുവരും. പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട് കുടുംബത്തിൽ തന്നെ, പെങ്ങന്മാരുണ്ട് അനിയനും ഉണ്ട്. ഞാൻ ഇറങ്ങി അപ്പം തന്നെ ഇക്കാക്കാനെ വിട്ട് കളിക്കേണ്ട കേട്ടോ. അവർക്കറിയാം ഞാൻ വന്ന അള്ളാനെ പറയും. ഒരു ദിവസം ഞാൻ ഉമ്മാനുമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് എനിക്ക് ഇത്ര സന്തോഷം. ആ ഉമ്മാനെ കുളിപ്പിച്ചത് ഞാനാണ്, കഫം പൊതിഞ്ഞത് ഞാനാണ്, കുളിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് ഞാനാണ്, കഫം പൊതിഞ്ഞത് ആദ്യമായിട്ട് നിസ്കരിച്ചത് ഞാനാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു തുറന്നു തന്നെ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഉമ്മാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉമ്മയോട് ഞാൻ പറഞ്ഞു, അറിയിൽ ഇരുന്നിട്ട്, ഈ ഇക്കാക്കനെ കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉമ്മക്ക് നാളെ കിട്ടുന്ന ഉമ്മക്ക് തോന്നുന്നുണ്ടോ? ഇക്കാക്ക പോലും നാളെ ആഖിറത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ പേടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഉമ്മാന്റെ കാര്യം ശ്രദ്ധിക്കാൻ എങ്ങനെ ഇക്കാക്കൊക്കെ കഴിയാം? ഉമ്മ എന്താ ആലോചിക്കാത്തത്? അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞൊരു വാക്ക്, മോനെ, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിൽ എന്തും കിട്ടും, അള്ളാഹിനെ കൊണ്ടല്ലാതെ. വല്ലാഹി ഞാൻ അന്ന് ആഗ്രഹിച്ചു, അന്ന് വൈകുന്നേരം എൻ്റെ ഉമ്മ മരിച്ചെങ്കിൽ സ്വർഗത്തിലാവുമായിരുന്നു. പിന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല ഉമ്മ. പിന്നെ ഉമ്മ ഒരിക്കലും ഇക്കാക്കാനെ വിളിച്ചത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഒരിക്കലും അള്ളാഹിനെ അല്ലാതെ ഇക്കാക്കാനെ വിളിക്കുന്ന കേൾക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഷിയാക്കളായ അന്യന്മാരും പെങ്ങന്മാരും ഇക്കാക്കാനെ വിളിച്ചിട്ടാണ് ഉമ്മ മരിച്ചത് പറഞ്ഞു നടക്കൂ. അത് എനിക്കെതിരായിട്ട് പറയാൻ. എൻ്റെ ഉമ്മ പ്യൂർ മുവഹിദത്തായിട്ടാണ് മരിച്ചത്, നല്ല ഉറപ്പ് എനിക്കുണ്ട്. കാരണം എന്നോട് നേർക്ക് നേരെ പറഞ്ഞ കഥയല്ല, കിനാവുമല്ല. ഞാൻ എപ്പോൾ പോയാലും ഉമ്മാനോട് തൗഹീദ് ഒറ്റക്കാട് ഇരിക്കും. ഇവരെല്ലാം മാറി നിൽക്കുന്ന സമയത്ത് ഒറ്റക്കാട് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും ഉമ്മാക്ക്. അതുകൊണ്ട് ആ കാര്യത്തിലും എന്നെ ആരും പഠിപ്പിക്കാനൊന്നും മെനക്കെടണ്ട, ആ മേഖലയിലും എന്നെ ആരും പഠിപ്പിക്കാൻ മെനക്കെടണ്ട. അങ്ങനെ അന്ന് മുതൽ തുടങ്ങി. പിന്നെ ഞാൻ 1986 തബ്ലീഗുകാര്. ഞാൻ അന്ന് പൊതുപ്രസംഗികനാണ്. എല്ലാവരും ഞാൻ ഈ അതിഞ്ഞാല് പ്രസംഗിക്കാൻ വന്നിരുന്നു, അതിഞ്ഞാല് ഉറൂസിന്. അന്നും തൗഹീദ് പറയും. 2 ദിവസത്തെ പ്രസംഗത്തിന് ഏറ്റിട്ട് വന്നു. അന്ന് കാറളം അബ്ദുൽ ഖാദർ മൗലവിയാണ് അവിടുത്തെ ഖത്തീബ് മുദരിസ്. അന്ന് ഒരു ദിവസം പ്രസംഗിച്ചു. അന്ന് തന്നെ ഞാൻ കലക്കി ചൊല്ലി, അന്ന് തന്നെ അടിച്ചു. കമ്മിറ്റിക്കാർ യോഗം കൂടി അന്ന് പ്രസംഗം നിർത്തി കൈക്ക് മടക്കുന്നു. എന്നിട്ട് ഇപ്പം തന്നെ വിട്ടോളൂ, നാളെ വരണ്ടെന്ന് പറഞ്ഞു. എപ്പോഴും 80 എന്ന് പറഞ്ഞ സംഭവമാണ്. എനിക്ക് NM-ൽ മെമ്പർഷിപ്പ് എടുത്തിട്ടൊന്നും അല്ലാണ്ട് തൗഹീദ് പറഞ്ഞതും ജാറക്കാർ എന്നെ പുറത്താക്കിയതും. ആയാർ മുൻപിൽ പ്രസംഗിക്കാൻ പോയി ഞാൻ വളവട്ടം നിൽക്കുന്ന സമയത്ത് 80-ന്റെ തുടക്കത്തിൽ ആയാർ മുൻപ് വന്നിട്ട് ജാറുണ്ട്. ആയാർ മുൻപ് അവിടെ ഭയങ്കരമായ തീക്കുണ്ടമാണ്. ആ തീക്കുണ്ടത്തിൽ ഉലുവാൻ കൊണ്ടുവന്നിട്ട് ഉലാറിയില്ലേ, ഉലുവാൻ പോയിക്കാന്ന് പറയാ. ഇനി അതാണ് ആ തെറ്റുമ്പിലെ നേർച്ച. അങ്ങനെ അതിനുബന്ധിച്ചിട്ട് എന്നെ അതിന് വിളിച്ച്. ഞാനിത് കണ്ടപ്പം ഞാൻ പൊട്ടിത്തെറിച്ച്. അങ്ങനെ പിന്നെ എന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ കമ്മിറ്റിക്കാർക്ക് പേടിയെ, കമ്മിറ്റിക്കാർ ഉസ്താദെ പെട്ടെന്ന് വിട്ടോ, സംഗതി ആകെ പോക്കാണ്. എപ്പോഴും 70-കളിലാണ് KNM ഒന്നും ജനിച്ചിട്ടുണ്ടാവില്ല ഈ നാളത്തൊന്നും. നിങ്ങൾ എന്നെയാണോ തൗഹീദും സുന്നത്തൊക്കെ പഠിപ്പിക്കാൻ മെനക്കിടുന്നത് ഈ പിള്ളേര്? അന്ന് എന്റെ കൂട്ടത്തിലുള്ളവരെ മരിച്ച ബർസഖിലെത്തി. നിങ്ങളൊക്കെ ഇന്നലെ ജനിച്ച പിള്ളേരാ, നിങ്ങൾക്ക് ഈ ചാനലേ അറിയുള്ളൂ. ഞങ്ങൾ ചില ചാനലുകാർ ഇരുന്നിട്ടങ്ങ് ചുഴലിയെ കൈകാര്യം ചെയ്യാൻ. 55 കൊല്ലമായി ഈ ഉമ്മത്തിനെ അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട്. 55 കൊല്ലം അള്ളാഹിനെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ പറഞ്ഞ നിങ്ങളെ ഷീഈ അശ്അരി കിതാബ് ഓതി പഠിച്ച നാടൻ മൊയ്ലിയാര് ആ ഇൽമിൽ വെച്ചുകൊണ്ട് കിട്ടിയ അള്ളാഹു തആല തന്ന അറിവ് വെച്ചിട്ട്, ആ അറിവ് വെച്ചിട്ടാണ് മൂസ മൗലാന 1986 എന്നോട് തബ്ലീഗിന്റെ സ്റ്റേജിൽ പ്രസംഗിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുന്നത്. തലശ്ശേരിന്നാണ് ഞാൻ പോകുന്നത്. 86, 85 സമ്മേളനത്തിൽ പോയപ്പോ എന്നെ പ്രസംഗിപ്പിച്ചു മൂസ മൗലാന. ഞാൻ തബ്ലീഗാരനായതുകൊണ്ടല്ല,
ഞാൻ വെറുതെ പോയതാ സമാജത്തിന്, ചങ്ങായിമാരൊപ്പം എന്നെ പ്രസംഗിപ്പിച്ചു. പിന്നെ എല്ലാ സ്റ്റേജിലും എന്നെ പ്രസംഗിപ്പിക്കലായി. ഞാൻ അങ്ങോട്ട് പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടാണോ തബലീഗുകാരനായത്? ഞാൻ പണ്ടേ പറയുന്നത് പറയാനായി ഏൽപ്പിച്ചത് ഞാൻ പറയും. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. 986 പോയിട്ട് 96 കഴിഞ്ഞു, 2006 20 കൊല്ലം കഴിഞ്ഞു. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്റെ ഈ മോൻ ഷഹീറുദ്ദീന്റെ നാവിലൂടെ ഞാൻ തൗഹീദിന്റെ ബാലപാഠം പഠിക്കാൻ തുടങ്ങി. തബ്ലീഗിൽ നിന്ന് പഠിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന മാനിയാണ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തബ്ലീഗിൽ നിന്ന് പഠിച്ചത്. ലാ മാലിക ഇല്ലല്ലാഹ്, ലാ ഖാലിക ഇല്ലല്ലാഹ്, ലാ റാസിക ഇല്ലല്ലാഹ് എന്ന് ഉമർ ബാലൻപുരിയിൽ നിന്ന് കേട്ട് പഠിച്ചതാണ് ഞാൻ അതാണ് പ്രസംഗത്തിൽ പറയാറും. അവിടുന്ന് കേട്ട റുബൂബിയത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം റുബൂബിയത്തിന്റെ അർത്ഥമാണ്. അത് തിരിച്ചറിയില്ല ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ജനാബത്തും നിഫാസും അതേപോലെയുള്ളതും പഠിച്ച് മൊയ്യാറായോ എനിക്ക് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്ത് മുഹമ്മദ് റസൂലുള്ളാഹ്, എന്ത് തൗഹീദ്, എന്ത് റുബൂബിയത്ത്, എന്ത് റിസാലത്ത്. അങ്ങനെ എന്റെ പ്രസംഗം കേട്ട എന്റെ ഈ മോൻ എന്നോട് പറഞ്ഞു, ഉപ്പാ അതിൽ ചെറിയൊരു പെശകുണ്ട്. എന്തോന്നറ പെശക്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉപ്പ വെക്കുന്ന അർത്ഥം ലാ റബ്ബ ഇല്ലല്ലാഹ്ന്റെ അർത്ഥമാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥമല്ല. പിന്നെ എന്താന്നറ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഉലൂഹിയത്തിന്റെ അർത്ഥമാണ് ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വെക്കേണ്ടത്. ഉപ്പ വെക്കുന്നത് റുബൂബിയത്തിന്റെ അർത്ഥമാണ്. സ്ട്രൈക്കായി, ക്ലിക്കായി. അക്കൊല്ലം ഞാൻ ഹജ്ജിന് പോയി. എല്ലാ കൊല്ലം ഹജ്ജിന് പോയി. ഞാൻ എത്ര പ്രാവശ്യം പോയി എന്ന് ചോദിച്ചാൽ ഒന്നും ഞാൻ മറുപടി പറയാൻ കഴിയില്ല. ഹജ്ജിന് പോയി ഹറമില് നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം എനിക്കൊരു റിസാല കിട്ടി, ചെറിയൊരു ലഘുലേഖ, ഈ അളവറിയുന്നു. ആ ലഘുലേഖയില് ഹെഡിങ് ഫദ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാന്റെ ഒരു ലഘുലേഖ, 5-6 പേജേ ഉള്ളൂ. ഇപ്പോൾ എന്റെ ബാഗിലുണ്ട് സാധനം. ഫദ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വായിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ നഫി ഇസ്ബാത്തിനെ പറ്റിയുള്ള ചർച്ച കഴിഞ്ഞ്, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് കഴിഞ്ഞ്, തൗഹീദ് 2 കിസ്മാണ്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, മറ്റേത് തൗഹീദുൽ ഉലൂഹിയ്യ. ഇങ്ങനെ വിശദീകരിച്ച് പോവുക. ഒറ്റ ശ്വാസത്തിൽ നോക്കി തീർത്തു. ഇഖാമത്ത് വിളിക്കുമ്പോൾ നോക്കി തീർന്നേ ഹറമിന്റെ ഉള്ളൊന്ന്. അപ്പോഴാണ് ഷഹീർ പറഞ്ഞത്, എനിക്ക് അതും ഇതും കൂടി ഞാൻ കൂട്ടി വായിക്കുന്നത്. അള്ളാഹ് വല്ലാതൊരു ഒരു എന്താണ് പറയാനെ പറ്റി. എന്ത് പറഞ്ഞാലും ചില ചോലി രോഗികൾക്ക് പിടിക്കൂല. ഓൻ അള്ളയായി എന്ന് വേണമെങ്കിൽ പറയും. അതുകൊണ്ട് അള്ളാനെയും പറയാൻ കഴിയുന്നില്ല, റസൂലിനെയും പറയാൻ കഴിയുന്നില്ല. അള്ളാഹിനെ പറ്റി ഇപ്പൊ ഓൻ അള്ളയാണെന്ന് വാദിച്ചിട്ടുണ്ട്, റസൂൽ ഓൻ റസൂലാണെന്ന് വാദിച്ചിട്ടുണ്ട്. പണ്ട് കേട്ടിട്ടുണ്ടല്ലോ. വീട്ടിലെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ പിന്നീട് വാലെല്ലാം ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ രീതിയിൽ അർത്ഥം വെക്കാൻ തുടങ്ങി. അന്ന് ആ ഫദ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്ന് കിതാബ് എന്നൊക്കെ രചിച്ച് ആ ഫദ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം മാറി. അങ്ങനെയാണ് തബ്ലീഗിന്റെ മജ്‌ലിസിൽ പിന്നീട് ഞാൻ ചേബാത്ത് പറയുമ്പോൾ ഒന്നാമത്തെ കലിമാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥം വെക്കാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥം വെച്ചിട്ട് ലാ മഅബൂദ പറഞ്ഞു. ആദ്യം ലാ ഇലാഹ ചർച്ച ചെയ്തു. എന്താണത്? നിർമാർജനം. ഇല്ല, ഒന്നുമില്ല, ഇല്ലല്ലാഹ്. പിന്നെ രണ്ടാമത്തെ ഇല്ലല്ലാഹ് ഇസ്ബാത്ത് ചെയ്തു. നിരാകരണവും സ്ഥിരീകരണവും. ലാ ഇലാഹ നിരാകരണമാണ്, ഇല്ലല്ലാഹ് സ്ഥിരീകരണമാണ്. ചർച്ച ചെയ്തു. രണ്ടാമത്തെ അന്നെ അതിനെ അമീർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മൾ ഉസൂല്യപ്പെട്ടല്ല, നമ്മൾ റുബൂബിയത്തെ പറയാറുള്ളൂ, ഉലൂഹിയത്ത് പറഞ്ഞാൽ പ്രശ്നമാവും, അതുകൊണ്ട് തബ്ലീഗ് നടത്താൻ കഴിയില്ല. അതും എന്റെ മനസ്സിൽ ക്ലിക്കായി. അതങ്ങനെ തബ്ലീഗ് നടത്താൻ കഴിയാതിട്ട് ലാ ഇലാഹ പറയാൻ പാടില്ല. അങ്ങനെയാണ് പിന്നെ തളിപ്പറമ്പിൽ ഒരു പള്ളിയിൽ, തബ്ലീഗിന്റെ പള്ളിയിൽ ഇതേപോലെ തന്നെ പറഞ്ഞു. ആ സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞു ഇത് പറയാൻ പറ്റൂല. പിന്നെ എറണാകുളത്തുനിന്ന് അന്ന് പിടർന്നിട്ടില്ല, അന്നെല്ലാം എറണാകുളത്തുനിന്ന് വിളി വന്ന് ചോദിക്ക് കസേര കൊടുക്കണ്ട, ഇനി ക്ലോസ്. തബ്ലീഗുകാരനെ പുറത്താക്കി. എന്തിന്റെ പേര്? അന്ന് പറഞ്ഞത് എന്താണ്? ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് തബ്ലീഗുകാര് മുജാഹിദ് ആയതുകൊണ്ടാണെന്ന്. അത് നല്ല കഥയാ. അത് വേറൊരു കൂട്ടക്കാരുണ്ട് ഇവിടെ. 2013 2016 ഇത് പറഞ്ഞുകൊണ്ടാണ് 13 പിളർന്നത്. അങ്ങനെ ഒരു കൂട്ടക്കാരുണ്ട്. വായോളം വരുന്ന ആരെന്നാ എന്റെ സംസ്കാരത്തിൽ പെട്ടതല്ലാത്തോണ്ടാ പറയാത്തത്. 2016 പറഞ്ഞ കാര്യത്തിലാണ് 2013 2012 പിളരല്. അതേപോലെയാണ് സംഭവം. അതേപോലെ അത് സംഭവം 2002-2003 ഞാൻ 2011 KNMന്റെ സ്റ്റേജിൽ കയറുന്നത്. 2011 KNM സ്റ്റേജിൽ കയറുന്നത് 2002 എന്നെ പുറത്താക്കിയത്. വഹി വന്നിട്ടുണ്ടാവും. 11 കയറാൻ പോകുന്നുണ്ടാവും, ഇപ്പോഴേ പുറത്താക്കിക്കോ. തബ്ലീഗുമായിട്ടുള്ള ബന്ധത്തോടെ അവസാനിച്ചു.
ഞാൻ എവിടെയെങ്കിലും പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടാണോ അള്ളാഹുവിനെ പറഞ്ഞു നടന്നത്? ഈ സന്ദർഭത്തിലാണ് കേരള വിഭവത്തിൽ മുജാഹിദീന്റെ അമരക്കാരായ ഒരു ഡോക്ടറും ഒരു ഇൻസ്പെക്ടറും പിന്നെ ഒരു മൗലവിയും എന്റെ പെരക്കേക്ക് വരുന്നത്. നിങ്ങൾ ഈ പറയുന്ന തൗഹീദ് ഞങ്ങളെ സ്റ്റേജിൽ വെച്ച് പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടാണോ നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് വന്നത്? ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ 2010 ലാസ്റ്റില് 2011 ചുങ്കത്തറയിൽ നമ്മൾ സുഹൈർ ചുങ്കത്തറന്റെ വക നടക്കുന്ന സ്ഥാപനത്തിൽ ആദ്യമായിട്ട് ഒരു സെലഫി സ്റ്റേജിൽ ഞാൻ പ്രസംഗിക്കുന്നത് അല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് മെമ്പർഷിപ്പ് വെച്ചിട്ടാണോ വന്നത്? നിങ്ങൾക്ക് മെമ്പർഷിപ്പ് വന്നിട്ടാണോ എന്നെ സ്റ്റേജിൽ കയറ്റിയത്? അങ്ങനെ ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ നിങ്ങൾ തന്നെ എന്ത് ചെയ്തു? ഓൾ പ്രോഗ്രാം ക്യാൻസൽഡ്, എല്ലാ പരിപാടിയും ക്യാൻസിൽ. എന്താ കാര്യം? ഞാൻ വീണ്ടും തബ്ലീഗിലേക്ക് പോയതുണ്ടോ? അല്ലല്ലോ. KNM-ന്റെ ഓഫീസിൽ നിന്ന് നിർദ്ദേശമുണ്ട് ചൊയലിനെ ഇനി അടുപ്പിക്കണ്ട എന്ന്. അങ്ങനെ മംഗലാപുരക്കാരും തള്ളി, കാസർഗോഡുകാരും തള്ളി, കണ്ണൂക്കാരും തള്ളി. വീണ്ടും ഞാൻ എന്റെ സൂട്ടീസായിട്ട് ഒറ്റക്ക് ഒരു കൊല്ലം അങ്ങനെ കഴിഞ്ഞു. 2011 2012 ഓൾ പ്രോഗ്രാം ക്യാൻസൽഡിന് ആരൊക്കെയാണോ ഉത്തരവാദി അവരെല്ലാം അള്ള ചെവി പിടിച്ച് പുറത്താക്കി KNM-ൽ നിന്ന്. എല്ലാം വൃത്തികെട്ടതൊന്നും KNM-ൽ വേണ്ട, ഔട്ട് അല്ലേ? അന്ന് ഞാൻ ദുബൈയിലാണ് ഉള്ളത്. ഈ 2012 അന്ന് ദുബൈയിലാണ് ഉള്ളത്. ദുബൈയിലെ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ സമ്മേളനത്തിനൊന്നും പോക്കൂല, എന്നെ ആരും കൂട്ടലുമില്ല. സമ്മേളനത്തിന് ഏത് സമ്മേളനത്തിന് നിങ്ങൾ എന്നെ സമ്മേളനത്തിന് ഞാൻ KNM-ന്റെ ഒരു മെമ്പർ ചോദിച്ചു, എന്തിനാണ് അനീഫാന്റെ കത്തിക്കീർന്നത് എല്ലാവരും? അനീഫ പറഞ്ഞു ശരിയാണ്, ഞാൻ KNM-ന്റെ ആരും അല്ല, ഒരു പെറ്റി മെമ്പർഷിപ്പ് പോലും എനിക്കില്ല. അവർ KNM-ന്റെ പ്രാസ്ഥാനികമായ ഒരു വിഷയത്തിൽ എന്നെ പങ്കെടുപ്പിക്കാറുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ KNM-ഉമായിട്ട് ബന്ധമുണ്ട്, KNM-ന്റെ ആളാന്ന് വിചാരിച്ചിട്ടാണ് ഈ ബഹളം മുഴുവൻ. എനിക്ക് നന്നായിട്ട് അറിയാം, എന്നോടല്ല വെറുപ്പ്, KNM-നോടുള്ള വെറുപ്പ് എന്നിലൂടെ തീർക്കാൻ അവസരം കിട്ടിയതാണ്. എല്ലാവർക്കും സംഘടന തിന്മയാണെന്നും പറഞ്ഞ് ഏതോ ഗുഹയിൽ കൂടിയിട്ട് ഫത്വ ഇറക്കുന്ന ആളും, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയവരും, എല്ലാ ആൾക്കാർക്കും വെറുപ്പ് KNM-നോടാ. എനിക്ക് സ്നേഹം KNM-നോടാ. എന്തുകൊണ്ട്? എന്റെ കാര്യത്തിൽ KNM മാന്യത കാണിച്ചിട്ടുണ്ട് 2010, 11, 12 കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. KNM ഞാനായിട്ട് എന്താ ബന്ധം? ഞാൻ KNM-ന്റെ ആരുമല്ല, സ്റ്റേജ് പ്രാസംഗികനല്ല. എന്നെ അവര് വിളിക്കുന്നു തൗഹീദ് പറയാൻ. ഏത് സമയത്തും അവരും വേണ്ടെന്ന് വെക്കാം, എനിക്ക് പ്രശ്നമില്ല. ഒരു സംഘടനയിലും KNM-നെ പൊതുപരിപാടിയിൽ KNM-നടുത്ത് മാത്രമേ പോവുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്തുകൊണ്ട്? ഞാൻ ചതിക്കപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ദീനിന്റെ പേരും പറഞ്ഞ്, തൗഹീദിന്റെ പേരും പറഞ്ഞ് പേരേതെങ്കിലും പേരിൽ പരിപാടി നടത്തുകയും ഞാൻ പോയതിനു ശേഷം ആ ചൊയലി നമ്മളാളാണ് എന്ന് പറഞ്ഞിട്ട് സംഘടനയിൽ ആളെ കൂട്ടുകയും ചെയ്യുന്ന ചതി തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ മറ്റൊരു സംഘടനന്റെയും അഡ്രസ്സിൽ ഞാൻ പ്രസംഗിക്കാൻ പോകാറില്ല. KNM-ന്റെ മാത്രം പോകുന്ന തീരുമാനിക്കാൻ കാരണം അതാണ്. എന്നെ വെച്ചുകൊണ്ട് ഇവര് മുച്ചിട്ട് കളിക്കുന്നതുകൊണ്ട്. ഇനിയും വിശദീകരിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പറയാൻ ഇനിയും അനുഭവങ്ങൾ ഒരുപാട്. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ പറയാം KNM എന്ന പ്രസ്ഥാനവുമായിട്ട് എനിക്ക് സംഘടനാ ബന്ധം യാതൊന്നും തന്നെ ഇല്ല. പിന്നെ എന്താണ് KNM? ആ KNM പരിപാടികൾ അപ്പം തന്നെ ഞാൻ പറയും, നേതൃത്വത്തോട് വിളിച്ചു ചോദിക്കാൻ. 2 മാസം മുമ്പ് വെളിയങ്കോട് ഒരു പരിപാടി നടന്നു. KNM-ന്റെ ആൾക്കാരാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേതൃത്വത്തെ വിളിച്ച് ചോദിക്കണം. പിന്നെ ആ സമയത്ത് പണ്ട് പുളിക്കൽക്കാർ ചെയ്ത മാതിരി പുളിക്കലേക്ക് പോകാൻ വേണ്ടി പരിപാടി കയറ്റു. പിന്നെ ആരും അഡ്രസ് ഇല്ല. പിന്നെയാണ് മനസ്സിലായത് പുളിക്കൽ കോളേജിന്റെ കമ്മിറ്റിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹിക്കാരുണ്ട് എന്ന്. അവർക്ക് ഞാൻ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ആരോടാ മാപ്പ് പറഞ്ഞത്? ഇപ്പൊ ബന്ധിപ്പിക്കുന്ന കള്ളത്തരതല്ലേ? എന്തിനാ ഞാൻ മാപ്പ് പറയേണ്ടത്? ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത് ഇറാൻ ഷിയാക്കളെ കയ്യിൽ ഫലസ്തീൻ കിട്ടിക്കൂടാ. കാരണം എന്റെ അഷ്റഫുൽ ഖൽക്കിനെ ആ മിമ്പറിൽ വെച്ച് ചീത്ത പറയും. ബൈത്തുൽ മുഖദ്ദസ് ഇറാന്റെ കയ്യിൽ കിട്ടിക്കൂടാ. അമ്മാസിന്റെ കയ്യിലൂടെ ഇറാനിലേക്കാണ് അത് വരിക. ഇപ്പൊ എന്തായി? ഇഖ്വാൻ മുസ്ലിമീന്റെ സ്ഥാപകനായ അസൽ ബന്നയെ കൊന്നത് ആരായിരുന്നു? അമ്മാസിന്റെ സ്ഥാപകനായ അഹമ്മദ് യാസീനെ കൊന്നത് ആരായിരുന്നു? അവസാനം അമ്മാസിന്റെ നേതാവായ ഹനിയയെ കൊന്ന ആരായിരുന്നു? എന്തേ ഇരട്ടത്ത് തപ്പുന്ന എല്ലാവരും? എന്തേ ആർക്കും മിണ്ടാട്ടമില്ലാത്തത്? ഹനിയയെ കൊന്നതിന്റെ പേരിൽ ഇറാനിലുള്ള പട്ടാളക്കാരെ ചോദ്യം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പൊ ഈ ഹനിയാന്റെ അമ്മാസ് ആരായിരുന്നു?
നിങ്ങൾക്ക് ഇനിയും തിരിയാനേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം തലചുറ്റുന്നല്ലേ. അന്ന് ഞാൻ എന്താ പറഞ്ഞത്? അന്ന് ഞാൻ വളരെ കൃത്യമായി എന്റെ അള്ളാന്റെ റസൂലിനെ എന്റെ അള്ളാനെ ചീത്ത പറയുന്ന എന്റെ അള്ളാൻ, എനിക്ക് അള്ളഹാനോട് മഹബത്താണ്, എന്റെ ഹബീബോട് മഹബത്താണ്. എന്റെ ഹബീബിനെ ചീത്ത പറയുന്ന ഒരുത്തനും ഞാൻ അംഗീകരിക്കുകയില്ല. എന്റെ ഹബീബിന്റെ ഭാര്യ ആയിഷ ബീബിയെ സാനിയത്തെന്ന് മിമ്പറിൽ വെച്ച് വിളിക്കുന്ന ഇറാനിയൻ ഷിഈയത്തിന് ലോകം നശിക്കണം. അത് ഷിഈയത്ത് നശിക്കണം. ഞാൻ മിമ്പറിൽ വെച്ച് ഇപ്പോഴും ദുആ ചെയ്യുന്നത്, ഇന്ന് വരെ ദുആ ചെയ്തത്, അല്ലാഹുമ്മ മസ്ദിഖിൽ മംലകത്തൽ മുശ്രികീൻ അൽ കാഫിരീൻ അൽ ഹർബിയീൻ അൽ ളാലിമീൻ അൽ യഹൂദ് വൻ നസ്വാറ വശിഈൻ. ശിയാക്കളുടെ ഭരണകൂടത്തെയും നീ തകിടുപൊടിയാക്കി കളയണമേ അല്ലാഹു എന്ന് ദുആ ചെയ്യുന്നതാണ് ഞാൻ. ബൈത്തുൽ മുഖദ്ദസിന്റെ മിമ്പർ ഇറാന് കിട്ടിക്കഴിഞ്ഞാൽ ആ മിമ്പറിൽ വെച്ച് എന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് ചീത്ത പറയാം, അഷ്റഫുൽ ഖൽഖിനെ ചീത്ത പറയും ആ ഖതീബ്. എന്റെ ഹബീബത്തായ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷാനെ ചീത്ത പറയും. സഹിക്കൂല ഞാൻ. അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്കത് പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇസ്ലാമിക് രാഷ്ട്രീയമുണ്ടാക്കി, ഇസ്ലാമിക് പൊളിറ്റിക്കൽ ജിഹാദ് ഉണ്ടാക്കി, അസറുൽ ബന്നാന്റെ ഇഖ്വാൻ മുസ്ലിമീലൂടെ മൗദൂദി സാഹിബിന്റെ ജമാഅത്ത് ഇസ്ലാമി വരെയുള്ള കൂട്ടുകെട്ടുകളുടെ രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാക്കി, ഇവിടെ സകല ചൊറയും ഉണ്ടാക്കി വെച്ചത് നിങ്ങളല്ലേ. എന്നിട്ട് ഇപ്പം പറയുന്നു ഈ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇതൊന്നും പറയാൻ പറ്റുകയില്ല. എന്താ ഇന്ത്യക്ക് കുഴപ്പം? എന്താ ഇന്ത്യക്ക് കുഴപ്പം? അങ്ങനെ പറയണ്ട. ഇന്ത്യന്റെ സാഹചര്യമല്ല, ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷത്തിനെതിരായിട്ട് മുണ്ടാൻ പാടില്ല സലഫി ന്യൂനപക്ഷം. അങ്ങനെ പറ. നിങ്ങൾ വെറുതെ RSSകാരന്റെ വെരടിക്കിട്ടിട്ടും BJPന്റെ വെരടിക്കിട്ടിട്ടും തടിയൂരണ്ട. നിങ്ങൾ മാന്യന്മാരാവണ്ട. ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷം അവർ 98%, 2% സലഫികൾ. മിണ്ടിപ്പോകരുത്. ഇല്ലേ? ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷം കംപ്ലീറ്റ് കാഫറാക്കിയില്ലേ, കംപ്ലീറ്റ് മുശ്രിക്കാക്കിയില്ലേ, ഖബർസ്ഥാനിൽ അടക്കാൻ പാടില്ലാന്ന് തീരുമാനിച്ചില്ലേ? എന്താ ആരും മിണ്ടാതെ പോയത്? ഭൂരിപക്ഷമായതുകൊണ്ടല്ലേ. അതേപോലെ തന്നെ പെൺകുട്ടികളെ കെട്ടിച്ചൊടുത്ത നിക്കാഹ് സഹിയാവില്ല നിങ്ങൾ പ്രസംഗിച്ചില്ലേ? മിണ്ടാത്ത എന്താ? ന്യൂനപക്ഷമായതുകൊണ്ടല്ലേ. നേരത്തെ ഭൂരിപക്ഷത്തിന് എന്തും പറയാൻ, ന്യൂനപക്ഷത്തിന് എന്തും പറയാം. ഇതല്ലേ ഫാസിസം? അതന്നല്ലേ ഫാസിസം? അതന്നല്ലേ ഇപ്പൊ നിങ്ങൾ കാണിച്ചത്? ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ വീട്ടിൽ വെച്ച് എന്റെ കൂട്ടുകാരോട് സംസാരിച്ച വിഷയത്തില് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇന്ന ഇമാമിനെ തുടരാൻ പറ്റൂല, അയാളെ കാഫിറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ന സംഘടന സമസ്ത എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ലല്ലോ. എന്തുകൊണ്ട്? സമസ്ത എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരു കാലം ചിന്തിക്കുന്നുണ്ട്, സമസ്തന്റെ വിശാലമായ ചില വീക്ഷണമുണ്ട് ഇറാനിയൻ ഷീഇയത്ത് കേരളത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ. അതിൽ നിന്നാണ് ഞാൻ ഷീഇയത്തിനെ പഠിക്കാൻ തുടങ്ങുന്നത്. ബഹാവുദ്ദീൻ കൂരിയാട് ഷീഇയത്തിനെതിരായിട്ട് ജമിയത്തുൽ മുഅല്ലിമീന്റെ ഒരു യോഗത്തിൽ വെച്ച് നടത്തിയ ക്ലാസ് ഞാൻ കേട്ടു. ആ ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഷിയാക്കളെ പറ്റി കേൾക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ സാഹിബ് വിളിച്ചിട്ട് എനിക്ക് ഷീഇയത്തിന് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ട് അൽബുൽ മലിക് സൽഫി ആരാണ്? അയാൾ അബ്ദുറഹ്മാൻ ആദിർശേരിയും തമ്മിൽ ഷിയാക്കളെ സംബന്ധിച്ചുള്ള ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടു. എനിക്കത് അത് മറ്റേ ജിന്നു ഗ്രൂപ്പാണ്, ഇത് ഇൻസി ഗ്രൂപ്പാണ്, സെഹർ ഗ്രൂപ്പാണ്, സയൻസ് ഗ്രൂപ്പാണെന്നും ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇറാനിയൻ ഷീഇയത്ത് കേരളത്തിൽ വരാതെ സംരക്ഷിച്ചത് സമസ്തയാണ്. സമസ്തന്റെ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടിയാണ്, പൂർവികന്മാരുടെ. അവർ യമനിയൻ ഷീഇയത്തിന്റെ ഭാഗമാണ്, അത്ര കട്ടിയില്ല. 1. 2, സമസ്തയെ ഞാൻ ഒരിക്കലും ശിർക്കിന്റെയോ മുശ്രിക്കിന്റെയോ കാഫിറിന്റെയോ പട്ടികയിൽ ഞാൻ പെടുത്തൂല. കാരണം എനിക്കറിയുന്ന പല പണ്ഡിതന്മാരും പ്യൂർ മുവഹിദുകൾ സമസ്തയിലുണ്ട്. എനിക്കറിയുന്ന, ഇപ്പോഴും എനിക്ക് പരിചയമുള്ള, ഞാൻ മദീനത്തുള്ള സമയം 3-4 കൊല്ലം മുമ്പ്, 5 കൊല്ലം മുമ്പ് മദീനത്ത് നിസ്കരിച്ചിറങ്ങുമ്പോൾ ഈ കണ്ണൂർ ജില്ലക്കാരനായ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മുസീബത്താക്കണ്ട പോയിട്ട്. ഞാൻ മസ്ജിദ് നബിയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങുമ്പം ഒരാൾ അസ്സലാമു അലൈക്കും. അദ്ദേഹം ഒരു ദാരിമിയ. എന്നോട് ചോദിച്ചു, ഉസ്താദേ ക്ലാസ് എവിടെയെങ്കിലും ഉണ്ടോ? എന്റെ ക്ലാസ് എന്തോ നിങ്ങൾക്ക്, ഞാൻ വഹാബിയല്ലേ, എന്റെ ക്ലാസ് നിങ്ങൾക്ക് എന്താ ഉപകാരം? ഇല്ല ഉസ്താദേ, ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാതെ ഉറങ്ങാറില്ല ദിവസം. നാട്ടിൽ നിന്ന് ഉസ്താദിന്റെ സദസ്സിൽ വന്നിട്ട് കേൾക്കാൻ പറ്റൂല. നിങ്ങൾക്കറിയാലോ നാട്ടിന്റെ അവസ്ഥ. ഇവിടെ നമുക്ക് പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. മാഷാ അല്ലാഹ്. രാത്രി ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്ത എന്റെ റൂം, രാത്രി ഹാജിമാരെ എല്ലാം കൂട്ടിയിട്ട് അയാൾ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നു. ഞാൻ എങ്ങനെയാണ് സമസ്ത മൊത്തത്തിൽ കാഫിർ എന്ന് പറയുക? സമസ്ത മൊത്തത്തിൽ മുശ്രിക്കാന്ന് ഞാൻ പറയില്ല. എങ്ങനെ? ഇതാണ് എന്റെ ജീവിതാനുഭവം. ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ സമസ്തയിൽ ആക്റ്റീവായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന പലരും എന്നെ വിളിക്കുന്നവരുണ്ട്. എന്റെ കുത്തുബ കിട്ടിയിട്ടില്ലെങ്കിൽ വിളിച്ചിട്ട് വാങ്ങുന്നവരുണ്ട്. സമസ്തയിൽപ്പെട്ടവർ നിഷേധിക്കാൻ നോക്കുമോ എനിക്ക്?
പിന്നെങ്ങനെയാണ് ഞാൻ സമസ്തയായ ഒന്നടങ്കം? എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ സലഫിയത്തിൽ നുഴഞ്ഞു കയറിയ ഷിയാക്കളാകുന്ന സലഫികൾ എന്ന് പറയുന്നവർ? അവര് നുഴഞ്ഞു കയറിയ ഷിയാക്കളാണ്. സലഫിയത്തിന്റെ ഉള്ളിലേക്ക് അവരെ കരുതിയിരിക്കണം സംഘടന. ഇനി ഒരു പ്രാവശ്യമെങ്കിലും AP അബൂബക്കർ മുസ്ലിയാരി എന്നെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും പ്രസംഗത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? പേരോട് അബ്ദുറഹ്മാന്റെ പേര് ഞാൻ കൂട്ടുകാരാണ്. ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ തലശ്ശേരി സ്റ്റേഡിയം പള്ളി ഖത്തീബായിരിക്കുന്ന സമയത്ത് പേരോട് അബ്ദുറഹ്മാൻ മുത്തലിമാണ്. നാദാപുരത്താണോ തലശ്ശേരി മട്ടാമ്പ്രം പള്ളിയിലാണോ പോകുന്നത് എനിക്ക് ഉറപ്പ് പറയുന്നില്ല. അന്ന് നബിദിനത്തിനും മറ്റൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേഡിയം പള്ളിയിലെ ഖത്തീബ് എന്നുള്ളതിനൊക്കെ ഞാൻ പോവും. 5 ദിവസം 10 ദിവസമൊക്കെ പ്രസംഗിക്കുക. ഇടയ്ക്ക് ഒഴിവ് വന്നാൽ ഈ പേരുടെ അബ്ദുറഹ്മാനെയാണ് കമ്മിറ്റിക്കാർ കൂട്ടിക്കൊണ്ടുവരിക. ഞാനും പേരോട് അബ്ദുറഹ്മാനും നബിദിന യോഗത്തിൽ പലയിടത്തും ഒന്നിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. തലശ്ശേരി താക്കോലിക്കരെ അന്ന് പേരോട് അബ്ദുറഹ്മാൻ താടിയൊന്നും മുളച്ചിട്ടില്ല. പ്രാസംഗികന അന്നും. ഇന്ന് ആ പേരോട് അബ്ദുറഹ്മാൻ പറയുന്നതല്ല ഞാനും പറയുന്നുള്ളൂ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹി നാർ. ഞങ്ങൾക്ക് മുഴുവനും കേട്ടു. ഞാൻ ഇവര് ആരും പ്രസംഗം കേൾക്കാറില്ല. പേരോട് അബ്ദുറഹ്മാന്റെ പ്രസംഗം ഞാൻ കേട്ടു. ഈ 10 കൊല്ലം 12 കൊല്ലം ഞാൻ പറഞ്ഞതാണ് ഒറ്റ ശ്വാസത്തിൽ അയാൾ പറഞ്ഞു തീർത്തത്. എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ ഈ 12 കൊല്ലം പറയുന്നത്. പിന്നെ എവിടെയാ ഒരു ടേണിംഗ് പോയിന്റ് വന്നത്? അത് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭാഷ, അവയവ ഭാഷ ഉണ്ടാവുമല്ലോ, അപ്പൊ തന്നെ കാണാൻ സാധിക്കും അദ്ദേഹം ആ പറഞ്ഞത് ആരെയോ ബോധിപ്പിക്കാനാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പണ്ട് ഞാൻ പറഞ്ഞ വിഷയം തന്നെ. ഡോക്ടറെ കാണിക്കുന്നത് ഡോക്ടർ സുഖാക്കുന്നു വെച്ചിട്ടല്ല, മരുന്ന് കുടിക്കുന്നത് മരുന്ന് സുഖാക്കുന്നു വെച്ചിട്ടല്ല. ഡോക്ടർക്ക് സുഖാക്കാൻ കഴിയില്ല, മരുന്നിന് സുഖാക്കാൻ കഴിയില്ല. അത് വെറും അസ്ബാബ്, നിമിത്തം മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാഷ അതാ. അത് വെറും നിമിത്തം മാത്രമാണ്. എന്നാൽ ഔലിയാക്കളെ കറാമത്തും അമ്പിയാക്കളെ മുഅ്ജിസത്തും അതും നിമിത്തമാണ്. അത് വഹാബികൾ അംഗീകരിക്കൂല. അത് വന്നിട്ട് പെട്ടെന്ന് ഊരി അതാരെയോ ബോധിപ്പിക്കാനാണ്. അത് അദ്ദേഹത്തിന്റെ മുഖം നോക്കിയാൽ തന്നെ അറിയാം അവിടെ എന്തോ അല്ലാഹു അലം. നമുക്ക് മുഖം നോക്കിയിട്ടൊന്നും സംസാരിക്കാൻ നമുക്ക് യോഗ്യതയില്ല. പക്ഷെ ആ പ്രസംഗം മുഴുവൻ കേട്ടു. അതന്നെ നമ്മളും പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ആരോ ഒരു ഡയലോഗ് അടിക്കുന്നത് കേട്ടു ഈ ബഹളത്തിന്റെ ഇടയിൽ. പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരും ചൊയ്ലി അബ്ദുല്ലാ മൗലവിയും ഒരു സ്റ്റേജിൽ തൗഹീദ് പറയുന്ന കാലം വിദൂരമല്ല. അല്ല, ഇൻഷാ അല്ലാഹ് അല്ല. പക്ഷെ മുജാഹിദികളൊന്ന് നാവടക്കിയാണ്. പേരോട് മുജാഹിദായി. എന്തിന്? നിങ്ങളെ സ്വഭാവം കണ്ടിട്ട് പേരോട് മുജാഹിദാ വേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ അത് എനിക്ക് നന്നായിട്ടറിയാം. അവിടെ വിഷയം ഇതൊന്നുമല്ല. രാഷ്ട്രീയമാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ തകർക്കാൻ സമസ്ത 100 ആണ്ട് ജീവിച്ചാലും നടക്കൂല എന്നുള്ള കാര്യം ലോകത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പരമാവധി പരിശ്രമം നടത്തി. PS സലാമിനെ ഉപയോഗിച്ചു, നടന്നില്ല. മഹാഭൂരിപക്ഷത്തോടുകൂടി ബഷീർ സാഹിബും സമദാനിയും ജയിച്ചു. സമസ്തയുടെ രാഷ്ട്രീയ ഇടപെടൽ ലീഗിനൊരു കോട്ടവും തട്ടിക്കുകയില്ല എന്ന് തെളിയിച്ചു. അതിൽ നിന്ന് തടിയൂരാൻ എന്തിനാണ് ഇടയാള് എന്ന PMA സലാമിന്റെ ഭാഷയുമായി രംഗത്ത് വന്നു. ഒരു വിലയുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അള്ളാഹു അല്ലാത്ത വേറെ ഒരു അള്ള പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നായി. മുഖം രക്ഷിക്കാൻ വീണ് കിട്ടിയതായിരുന്നു ഷൊയ്ലി അബ്ദുല്ലാ മൗലവിയെ. സംഭവിച്ചതോ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ആണും പെണ്ണും തൗഹീദ് എന്താണ് ശിർക്ക് എന്താണെന്ന് തിരിച്ചറിഞ്ഞു. അതിന് എന്റെ നാവിനെ അള്ളാഹ് ഉപയോഗിച്ചു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, നിങ്ങൾ KNM-നെ എന്നെ ഉപയോഗിച്ചുകൊണ്ട് KNM-നെ ദ്രോഹിക്കാൻ നിൽക്കണ്ട. KNM-ന്റെ ഒരു മെമ്പർഷിപ്പ് എനിക്കില്ല. അനീഫ് കായക്കൊടി പറഞ്ഞത് 100% ശരിയാണ്. അത് ഇന്നലെയും തുടങ്ങിയതല്ല. അന്ന് അബ്ദുൽ ഖാദർ മൗലവിയോട് പലരും പോയിട്ട് പറഞ്ഞു KNM എനിക്ക് മെമ്പർഷിപ്പ് എടുത്ത് തരാനും എനിക്ക് ആ ഔദ്യോഗിക പദവി എന്തെങ്കിലും തരാനും എന്നിട്ട് ഉപയോഗപ്പെടുത്താനും. അന്ന് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, വേണ്ട ചൊല്ലി നമ്മൾ സ്വതന്ത്രമായി വിടാം, അതാണ് ഖൈർ. അത് കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സലഫിന്റെ നേതൃത്വത്തിലുള്ള സമയത്ത് അബ്ദുറഹ്മാൻ സലഫിയോട് പലരും പോയിട്ട് പറഞ്ഞു ചൊയ്ലിക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം, ചൊയ്ലിനെ യൂണിറ്റ് നമ്മളെ സംഘടനന്റെ ആളാക്കണം. അന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, വേണ്ട. അന്നൊന്നും എനിക്ക് ഒരു എതിരഭിപ്രായം അവരോടില്ല. അവർ ഗുണകാംക്ഷികൾ മാത്രമാണ്.
എന്തുകൊണ്ട്? സംഘടനന്റെ മെമ്പർഷിപ്പ് എടുത്താൽ ഞാൻ എന്റെ നാക്ക് അടിമയായി. പിന്നെ സംഘടന പറയുമ്പോഴേക്ക് പറയാം, കിട്ടിയാലും ഇറാന്റെ കയ്യിൽ കിട്ടാൻ പാടില്ലെന്ന് പറയേണ്ടത് അമ്മാസിന് കിട്ടാൻ പാടില്ലെന്ന് പറഞ്ഞ വാക്കിനല്ലേ നിങ്ങൾ ഉപയോഗിച്ചത്? നിങ്ങളെ ലക്ഷ്യം മുഴുവനോ അല്ലെങ്കിൽ അമ്മാസോ അല്ലെങ്കിൽ ഇറാനോ അല്ല, മറിച്ച് നിങ്ങളെ രാഷ്ട്രീയമാണ്. ഇവിടുത്തെ 98% വരുന്ന സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഇസ്ലാമിക് ജിഹാദ് എന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇസ്ലാമിക് പൊളിറ്റിക് എന്നും പറഞ്ഞ് അന്ന് ഇഖ്വാൻ മുസ്ലിം മുതൽ ജമാഅത്ത് ഇസ്ലാമി വരെ ഉണ്ടാക്കി തീർത്ത ദീനിലാഹി അല്ലെങ്കിൽ ഹുക്കുമത്തയിലാഹി എവിടെ പോയി? ദീനിലാഹി ഹുക്കുമത്തയിലാഹി ഒക്കെ ആരാണ് ഇന്ത്യ രാജ്യത്തിനെ കൊളാക്കിയത്? സലഫികളാണോ? സലഫിയത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്ത്യ രാജ്യത്ത് സമാധാനമല്ലേ സലഫികൾക്ക് ആവശ്യം? കാരണം ദഅവത്ത് സമാധാനത്തിലേ നടക്കുള്ളൂ. ഇവർക്ക് സമാധാനം. ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലം നരേന്ദ്രമോദി രാജ്യം ഭരിച്ചിട്ട് എന്ത് ചുക്ക ചെയ്യാൻ കഴിഞ്ഞത്? കടലാസിൽ എന്തൊക്കെ എഴുതിയിട്ട് പേടിപ്പിച്ചു എന്നല്ലാതെ. 11ാമത്തെ കൊല്ലം പതിയായില്ലേ? അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകത. 10 കൊല്ലം ഫാസിസ്റ്റുകൾ രാജ്യത്തെ അടക്കി ഭരിച്ച് എല്ലാം സ്വന്തമാക്കി വെച്ചു. 11ാമത്തെ കൊല്ലം പതിയായി. ഇനി 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും നമുക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ. ഇതാണ് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഭയങ്കര പ്രശ്നം നേരിടുന്ന സമയത്ത് ഇപ്പം പറയാൻ കൊള്ളോ, ഏതോ ഒരു പ്രശാന്തനോ എന്തോ ഒരുത്തനോ എനിക്ക് തിരിച്ചിട്ടില്ല ഞാൻ ആരാണെന്ന്. ചിലപ്പോ ഈ താടിയും തൊപ്പി മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. 50 കൊല്ലമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്ന ഇതായിയാണെന്നോ എനിക്ക് തിരിയില്ലല്ലോ. ഏതോ മതക്കാരനല്ലേ. ഇന്നലെയല്ലേ ചാനൽ വന്നത്. അപ്പൊ അത് വിഷയം വേറെ ഒരുത്തനപ്പുറം അങ്ങ് തെക്കൻ കേരളത്തിൽ അറിയാം. ഇതെല്ലാം ഈ വ്യൂസ് കൂടുതൽ വരുന്ന എന്ത് കള്ളത്തരം പറഞ്ഞാൽ അന്നെ നോക്കുള്ളൂ, യാഥാർത്ഥ്യം നോക്കൂല. നിങ്ങൾ വ്യൂസിന്റെ എണ്ണം നോക്കിയ കാര്യം മനസ്സിലാവൂലേ? ബുദ്ധിയും ചിന്തയും ഉള്ള അറിവുകൾക്കെല്ലാം 250, 300 വ്യൂസ്. കള്ളത്തരം, പൊട്ടത്തരം, ചീത്ത, ഫവാഹിഷകള്, അടുക്കള കാര്യങ്ങള്, ജനാപത്ത് കുളി, ഹൈന്ന് കുളി, അതേപോലെ തന്നെ എന്നെ കൂടെ പറയിപ്പിക്കേണ്ട ബാക്കി ഇന്ന് ചാനലിലെ മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കോമാളിത്തരങ്ങള്, അതിനൊക്കെ വ്യൂസ് എത്രയാ? 50,000, 60,000. അപ്പം ഇവിടുത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥ പഠിക്കാൻ കൂടുതലൊന്നും വേണ്ട. അതുകൊണ്ട് ഇനി അങ്ങോട്ടും അങ്ങ് തന്നെയാണ് കാര്യങ്ങള്, കാര്യങ്ങള്. പിന്നെ സാമ്പത്തികം, തബ്ലീഗുകാർ പറഞ്ഞു നടക്കും നല്ല പൈസയാണെന്ന്. മുജാഹിദീങ്ങൾക്ക് നല്ല പൈസ കിട്ടരുത്, നല്ല കാര്യമായി പോയി. അങ്ങനെ നേരെ ചൊവ്വേ കുത്തുബക്ക് പോയ ഭക്ഷണം തന്നെ അധികം കിട്ടൂല. പിന്നെ എന്റെ പഴയ കൂട്ടുകാരുണ്ടാവും, പഴയ തബ്ലീഗിന്റെ ഒക്കെ കൂട്ടുകാർ, അവര് ചോറ് തരും ചിലപ്പോ. എന്നിട്ടല്ല പിന്നെ ബാക്കിയുള്ള കാര്യം. പൈസക്ക് നല്ല സാധനം, ഒരു പച്ച ഷാൾ മാത്രം മതി. നിങ്ങളൊക്കെ നമ്മളെ പിന്നാലെ വരും. പച്ച ഷാൾ ഇന്നലെ വരെ ചീത്ത പറഞ്ഞ നിങ്ങളൊക്കെ നമ്മളെ പിന്നാലെ വരും. പച്ച ഷാൾ വിട്ടിട്ട് ഞാൻ പള്ളി കരുതിട്ട് ഒമ്പോ എന്ന് വിളിച്ചാൽ മതി ഇരുട്ടത്ത്. നിങ്ങളെല്ലാം എന്റെ പിന്നാലെ വരും. എനിക്കറിയാം പണ്ട് 900 ചേകന്നൂർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, ചേകന്നൂർ മൗലവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് KNM-ന്റെ ഒരു യോഗത്തിൽ കാരന്തൂർ മർക്കസ് റെയ്ഡ് ചെയ്താൽ ചേകന്നൂരിനെ കൊന്നത് ആരാണെന്ന് മനസ്സിലാവുന്നത് ഒരു പ്രമേയം പാസാക്കി. ഞാൻ അതിനെ എതിർത്തു. അന്ന് എനിക്കെന്ത് KNM, എനിക്ക് സെൽഫിയും കുൽഫിയോ എനിക്കൊന്നും അറിയില്ല. ഞാൻ അതിനെ എതിർത്തു. അതെന്തിനാണ്? ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെടുത്തിയത്. ഇവിടെ ആര് കൊന്നില്ല തെളിയിക്കാൻ ഇവിടെ ഇന്ത്യയിൽ സംവിധാനമില്ലേ? ക്രിമിനൽ സംവിധാനം ശക്തമല്ലേ ഇന്ത്യയിൽ? ഇവിടുത്തെ കോടതി സംവിധാനം ശക്തമല്ലേ? ഇവിടുത്തെ വിജിലൻസ് ശക്തമല്ലേ? നിങ്ങൾ പ്രമേയം പാസ്സാക്കണോ? കാരന്തൂർ മർക്കസ് അന്വേഷിച്ചാൽ ഇവിടുത്തെ ചേകന്നൂരിനെ കൊന്ന ആരാ? നിങ്ങൾ എന്റെ അടിസ്ഥാനത്തിൽ അന്നും എനിക്ക് ഇന്നും വിയോജിപ്പതിനാണ് അതിനോട്. എന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്? കാരന്തൂർ മർക്കസ് ഡ്രൈവ് ചെയ്താൽ മതി എന്ന് ഇത് പറയുന്നത് ഇവൻ ആരാ? എത്ര ക്ലിയർ ആണോ? ഞാൻ എതിർത്തു. അതേപോലെ തന്നെ മറ്റേ വിഷയത്തിൽ, ഇത് മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരും കൂടി കുഞ്ഞാലിക്കുട്ടിയെ അങ്ങനെ തൂക്കുമെത്തിക്കയറ്റാനുള്ള ശ്രമത്തിലാണ്. എന്തൊരു പറയാ, കൂൾബാർ, ഐസ്ക്രീം ബാർ. ഞാൻ പറഞ്ഞു ഇവിടെ ശിക്ഷിക്കാൻ ഏർപ്പാടുണ്ട്, കേസ് തെളിയിക്കാൻ ഏർപ്പാടുണ്ട്. ഇവിടുത്തെ വിജിലൻസ് ശക്തമാണ്, ഇന്റലിജൻസ് ശക്തമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഇന്റലിജൻസ് ശക്തമാണ്. ലോകത്ത് ഇത്ര വലിയ ശക്തി ഉണ്ടാവില്ല. രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യ പോലെ ആ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മേഖല വേറെ ലോകത്തില്ല. അമേരിക്ക പോലും തോറ്റു. അത്ര ശക്തമാണ് ഇന്ത്യ, രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ. 24 മണിക്കൂർ കൊണ്ട് മുഴുവനും തെളിയിച്ചിരിക്കും രാഷ്ട്രീയക്കാരെങ്ങാനും കൈകാര്യം ചെയ്തില്ലെങ്കിൽ. അത് തെളിയിച്ചിട്ടുണ്ടല്ലോ പലപ്പോഴും. രാഷ്ട്രീയക്കാരെല്ലാവരും ഒത്തൊരുമിച്ചിട്ടപ്പോൾ എല്ലാം തെളിയിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഉള്ള അവസ്ഥക്ക് നിങ്ങൾ എന്തിനാ ഒറ്റിക്കൊടുക്കുന്ന പരിപാടി നടത്തുന്നത്? അത് നമ്മുടെ ജോലിയല്ല. ഇത് ഞാൻ കൊടുങ്ങല്ലൂരിൽ വെച്ചൊരിക്കൽ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് വെച്ച് ഈ വിഷയം, ഈ AP-യുമായിട്ട് ബന്ധപ്പെട്ട, ഈ ചേകന്നൂരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം.
അന്ന് പ്രസംഗിച്ചിറങ്ങിയ ഉടനെ തന്നെ തലീക്കെട്ടാറ് മുഴുവനും വന്നിട്ട് എന്റെ കൈ പിടിച്ചു മുത്തി. ഞാൻ അത് പറയാനാ ഇത് പറഞ്ഞിട്ട് ഞാൻ. പക്ഷെ ഷാലുണ്ടായ ഇന്നലെ വരെ എന്താണെന്ന് നിങ്ങൾ നോക്കൂല. എന്റെ കൈ പിടിച്ചു മുത്താൻ നിങ്ങൾ എന്നെ എന്തെന്നിട്ടുണ്ടാവും, അതെനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് ഞാനൊരു അര വാക്ക് ഏപ്പിക്ക് അനുകൂലമായി പറഞ്ഞപ്പോഴാണ് മുഴുവൻ മുത്താലിബികളും പറഞ്ഞിട്ട് കൈ പിടിച്ചു മുത്തി, ഉസ്താദെ 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 എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ പ്യൂർ തബ്ലീഗുകാരനും സമസ്തി ഞാനും ഭയങ്കര യുദ്ധം നടക്കുന്ന സമയമാണ്. പക്ഷെ ഇത് പറഞ്ഞപ്പോ എല്ലാവരും അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ പറഞ്ഞിട്ടോ നിങ്ങളെ വഞ്ചിച്ച് കളവറിയരുത്. കേന്നമും പൈസയും മറ്റൊരു ബന്ധമില്ല. ഇപ്പോഴും ബക്കറ്റ് പിരിവ. കേന്നമിന്റെ പ്രത്യേകത സംസ്ഥയെ പോലെ തന്നെ ബക്കറ്റ് പിരിവ. ഞാൻ സാധാരണ പറയുന്നുണ്ട്, അപ്പുറത്തെ സംസ്ഥയെ പോലെയാണ് ഇപ്പുറത്തെ കേന്നം. പിന്നെ സംസ്ഥയിൽ നിന്ന് പോയ ഒരു കൂട്ടരുണ്ട്, ഇവിടുന്ന് പോയ കൂട്ടരുണ്ട്, അവർക്കും തുല്യമാണ്. കേന്നമിന് ഇന്ന് കുത്തുബക്ക് പോയിട്ട് അവിടുന്ന് ഡീസലിന് പൈസ തരണമെങ്കിൽ ബക്കറ്റ് കാണിക്കണം. എന്നിട്ട് യാ അല്ലാഹ് മിസ്കീൻ, പണ്ട് ഫലസ്തീനികൾ വന്നിട്ട് മക്കത്തെന്ന് പറഞ്ഞ പോലെ യാ അല്ലാഹ് മിസ്കീൻ, യാ അല്ലാഹ് മിസ്കീൻ, യാ അല്ലാഹ് ഫലസ്തീൻ മിസ്കീൻ. ഒരു റിയാലിത 90കളില് ഹറമിന്റെ മുറ്റത്ത് വന്നിട്ട് അതേമാതിരി പിന്നെ മുഷലിപ്പിച്ചിട്ട് 100 മറ്റ് വേണം ഒപ്പിച്ചിട്ട് തരാന് കുത്തുബന്റെ പൈസ. കുത്തുബക്ക് പോയാൽ പട്ടിക്കൂലി. ഇതാണോ പൈസ? നിങ്ങൾ എന്ത് കള്ളത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഈ കള്ളത്തരം? തബ്ലീഗുകാരും പറഞ്ഞ അങ്ങനെ തന്നെയാ, ലക്ഷങ്ങൾ കിട്ടിയിട്ടും. എല്ലാവരും പറഞ്ഞ അങ്ങനെ തന്നെയാ. തബ്ലീഗിലേക്ക് പോയത് ലക്ഷങ്ങൾ കിട്ടിയിട്ട്, തബ്ലീഗിൽ നിന്ന് മുജാഹിദിലേക്ക് വന്നത് ലക്ഷങ്ങൾ കിട്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് തിരിഞ്ഞു വരുമ്പോ ലക്ഷത്തിന് തിരിച്ചു വയ്ക്കുകയും ചെയ്യണ്ടേ? നമ്മളോട് ലക്ഷം വാങ്ങിയിട്ടില്ല, നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നത് അവിടെ ലക്ഷം തന്നിട്ട് മതി അങ്ങോട്ട് പോക്കെന്ന് പറഞ്ഞ പോലെ. ബസ്സിന്റെ പൈസ മുഴുവനും കിട്ടൂല, ചിലപ്പോ പട്ടിണിയായിരിക്കും. ഇതൊക്കെ ജീവിതാനുഭവങ്ങളാ. മക്കളെയും പഠിപ്പിച്ച അങ്ങനെ തന്നെയാ. അതുകൊണ്ട് നിങ്ങൾ അധികാരം, പണം, പൈസ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും എന്നെ എന്റെ കുടുംബത്തിൽ പേടിപ്പിക്കണ്ട. കുടുംബത്തിലുള്ളവരും പേടിപ്പിക്കണ്ട, മറ്റുള്ളവരും പേടിപ്പിക്കണ്ട. ഇപ്പൊ സർവതന്ത്ര സ്വതന്ത്രനാണ്. ഇടക്കിടക്കൊക്കെ അള്ളാഹുവിന്റെ വീട്ടിൽ ചെല്ലണം, എത്രയും പെട്ടെന്ന് പോകണം. എന്നിട്ട് എന്റെ അള്ളാഹ്ക്ക് ശുക്ർ പറയണം. എനിക്ക് പോണം ഉംറക്ക്. എങ്ങനെ സാധാരണ എങ്ങനെയാണ്? എന്ത് പ്രശ്നം ഉണ്ടാകും? ഇനി മുമ്പെല്ലാം അങ്ങനെ തന്നെ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും ഞാൻ, അതെല്ലാം അള്ളാഹു താല കൈകാര്യം ചെയ്യും. ഞാൻ നേരെ കയറും. ഇപ്പൊ പോണം, പെട്ടെന്ന് പോണം. അല്ലാഹ്, ഈ ഒന്നിനും കൊള്ളാത്ത എന്നെയാണല്ലോ നിന്റെ തൗഹീദ് ലോകം മുഴുവൻ എത്തുന്നതിന് കാരണം എന്റെ നാവാണല്ലോ കാരണമാക്കിയത് എന്ന് വെച്ചിട്ട് എന്റെ അള്ളാഹ്ക്ക് ഒരു സുജൂദ് ചെയ്യണം കഅബത്തിന്റെ മുമ്പിൽ. പക്ഷെ അത് പെട്ടെന്ന് ഞാൻ പോകും. അങ്ങനെ പുളിക്കൽക്കാര് എന്നോട് ഒന്നും മിണ്ടാണ്ട് അന്ന് അനീഫ് കായക്കൂടിനെ വിളിച്ചു. അനീഫ് കായക്കൂടി പച്ചയിലെന്ന് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചൊയിലിന് അരിക്കാക്കാനൊന്നും ആരും മെനക്കേണ്ട. കാരണം അനീഫ് കായക്കൂടിക്ക് അറിയാം ആ പുളിക്കൽ ആ പരിപാടി ആരാണ് എന്നെ ക്യാൻസലാക്കിയത്. അത്രയും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അന്ന് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് അത് തന്നെയാണ്. അതിനുശേഷം അബ്ദുറഹ്മാൻ സലഫി, അതിനുശേഷം ഇപ്പോഴുള്ള പിന്നെ അബ്ദുൽ ഖാദർ മദനി. ഞാൻ എപ്പോഴും ചിലപ്പോൾ അവരെ വിധത്തിലായിരിക്കും ഞാൻ കയറുക, ചിലപ്പോൾ അവരെ വിധത്തിലും കയറും ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ സ്വതന്ത്രമായിട്ട് വിടുന്നത്. എൽമാണ് പറയുന്നത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്നോട് മിണ്ടാറില്ല, അവർ ആരും എന്നെ എതിർത്ത് പറയാറില്ല. അങ്ങനെ വലിയങ്കോട്ട പരിപാടിക്ക് വിളിച്ചോ പറഞ്ഞു ഞാൻ അവരോട് വിളിക്കണം. കാരണം അവർ ഇപ്പോഴത്തെ നയപരിപാടികൾ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അബ്ദുൽ ഖാദർ മദനിയെയും ഹുസൈൻ മടവൂരിനെയും വിളിച്ചു അവര് വലിയങ്കോട്ടുകാര്. വിളിച്ചിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് വിളിക്കും ജോയലിനെ. സംഘടന കാര്യങ്ങളൊന്നും ജോലി പറയില്ല, തൗഹീദ് പറയും. തൗഹീദ് പറയാൻ പറ്റിയ നാവാണ്. ഇപ്പോഴും പറയുന്നതാണ് അവര്. ഇപ്പം അടുത്ത ആഴ്ച കരുനാഗപ്പള്ളി 2 ദിവസം പരിപാടി കൊടുത്തിട്ടുണ്ട്. അതോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേതൃത്വത്തെ വിളിച്ചിട്ട് എസ് ഓർ നോ പറഞ്ഞിരിക്കണം, അവർക്ക് തൃപ്തിയാണോ അല്ലോ എന്ന് പറയിപ്പിക്കണം. ആ സമയത്ത് നോട്ടീസൊക്കെ അടിച്ചതിന് ശേഷം എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് പുളിക്കക്കാരെ മാതിരി മുങ്ങാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളണം. എനിക്ക് ഇങ്ങനെ എനിക്ക് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകണം, അതിന് വേണ്ടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പോകണം. മക്കളെല്ലാം പോയി, ഇനി എനിക്കും പോകണം, എനിക്ക് വിസ ഉണ്ട്. അത് ആരെങ്കിലും പൈസക്കാരനൊന്നും വിചാരിച്ചു പോണ്ട. ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് പൈസ വേണം അതും വിചാരിച്ചു പോണ്ട. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഹജ്ജിനാകെ പോയത് ഈ കാലം അത്രയും ഒറ്റ ഗ്രൂപ്പിന്റെ പിന്നാലെ. ആ തലശ്ശേരി ലത്തീഫ് സാഹിബ് എന്റെ കൂട്ടുകാരനായതുകൊണ്ട് ലത്തീഫ് സാഹിബിന്റെ കൈ കൊണ്ട് ഇന്ന് വരെ 100 റുപ്യ എനിക്ക് തന്നിട്ടില്ല ഗ്രൂപ്പിൽ പോയതിന്റെ പേരിൽ. ചോദിച്ചു ഞാൻ നമ്പർ നിങ്ങൾക്ക് ഇന്ന് വരെ ഒരു 100 റുപ്യ ലത്തീഫ് സാഹിബിന്റെ ഗ്രൂപ്പിൽ ഹജ്ജിന് പോയി എന്ന് പറഞ്ഞാൽ ലത്തീഫ് സാഹിബ് എനിക്ക് തന്നിട്ടില്ല. എന്റെ ചെലവ് കംപ്ലീറ്റ് ആ ഗ്രൂപ്പ് നടത്തും. പൈസ എന്നൊക്കെ നിങ്ങളെ ശീലമാണ് നിങ്ങളാ പറയുന്നത്, നിങ്ങളെ പാരമ്പര്യമാണ് നിങ്ങളാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പറയേണ്ടി വന്നു. തീർച്ചയായിട്ടും ഇവിടെ കേന്നമിനോടുള്ള ശത്രുത കൊണ്ട്
ഇൽമ് നമ്മക്കേ പറ്റുള്ളൂ, നമ്മളാണ് ഇൽമിന്റെ പിന്നെ കുത്തകാവകാശക്കാരെന്നും പറഞ്ഞ് ഏതോ ഗുഹയിൽ പോയി ഇരുന്നിട്ട് ദർസ് നടത്തുന്നവരും, അതേപോലെ തന്നെ ഞങ്ങളടുത്താണ് ഇൽമും സിദ്ധത്തും ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് പോയവരും, അങ്ങനെ സയൻസ് റസൂലക്കാര് വേറെ, അതേപോലെ തന്നെ അങ്ങനെ ഓരോ ആൾക്കാര്. നിങ്ങൾക്ക് തോന്നിയത് പറയരുതായിരുന്നു. ഇന്ന് വരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. നിങ്ങൾ ആരെങ്കിലും ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് എന്നോട് ഈ സംഘടനന്റെ ആൾക്കാര് ഇങ്ങനെ കേട്ടല്ലോ ശരിയാണോ എന്ന് ചോദിച്ചോ? നമുക്ക് പരിചയമില്ലാത്തവർ ആരും ഇല്ലല്ലോ. ഈ സമയത്തൊക്കെ തന്നെയല്ലേ സംഭവം. നിങ്ങൾ ചാനൽ മുഴുവനും സംഘടനന്റെ പേരിലും മറ്റും കുളിച്ച തെറി പറയുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ? മൗലവി സാഹിബ് ഇങ്ങനെയെല്ലാം കേട്ടല്ലോ, എന്താണ് സംഭവം എന്ന്? ഒരു മണിക്കൂറും 25 മിനിറ്റും പ്രസംഗിച്ച ആ പ്രസംഗം കൊണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം. കഴിഞ്ഞ ആഴ്ച ഈ ഇത് വെച്ച് ഇത് KNM-ന്റെ പള്ളിയല്ല, ഇത് KNM-ന്റെ സ്ഥാപനമല്ല, KNM-ന്റെ സ്റ്റേജിലും അല്ല ഞാനത് പറഞ്ഞത്. ഞാൻ എന്റെ മക്കളോടും കൂട്ടുകാരോടും എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ നസീഹത്താണത്. അതിൽ നിന്നൊരു കഷ്ടമാണത്. വിഷയം ഷീഇയ്യത്താണ്, കുത്തുബിയത്താണ്, അതേപോലെ തന്നെ അള്ളാഹ്ക്ക് പകരക്കാര് ഇത്യാദി വിഷയങ്ങൾ പറഞ്ഞ് അത്തരം വിശ്വാസം കുഫറിന്റേതാണ്, ശിർക്കിന്റേതാണ്. അത്തരക്കാരെ പരിഗണിക്കാനോ അത്തരക്കാരെ തുടർന്ന് നിസ്കരിക്കാനോ പാടില്ല. അതുകൊണ്ട് ഇന്നാള് കുത്തിവെത്തിക്കുന്ന ആളാണ് ആളെ പോയിട്ട് കിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ അവിടെ ഞാൻ സമസ്തന്റെയോ മറ്റോ പേര് പറഞ്ഞോ? ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പ്രസംഗമല്ലേ അത്? പ്രസംഗം ഇപ്പം കിടക്കുകയല്ലേ യൂട്യൂബില്. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വിഷയത്തിൽ. ഇനിയും തീർച്ചയായിട്ടും ഈ യാത്ര തുടരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൻഷാ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൽമിന്റെ പേരും പറഞ്ഞ് മൻഹജും പറഞ്ഞിട്ട് ഗുഹയിലിരിക്കുന്നവർക്കോ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കോൺഫറൻസ് ഉണ്ടാക്കുന്നവർക്കോ നീ തിരിയില്ല. പാവപ്പെട്ട സാധാരണക്കാരൻ മാഷാ അല്ലാഹ് സുമ്മ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഓരോ സമയത്തും ഓരോ സാധാരണക്കാരൻ വിളിച്ചിട്ട് ഉസ്താദെ ഇപ്പോഴാണ് അള്ളാഹനെ മനസ്സിലായത്, ഇപ്പോഴാണ് ദീൻ മനസ്സിലായത്, ഇപ്പോഴാണ് ഉസ്താദെ ഷഹാദത്ത് എന്താന്ന് മനസ്സിലായത്. സാധാരണക്കാരൻ, മാർബിൾ ജോലിക്കാരൻ, മീ കച്ചവടക്കാരൻ, ഇവരൊക്കെയാണ് വിളിക്കുക. നിങ്ങളെ വിളിക്കല് വലിയ വലിയ ചാക്കുകൾ, പണച്ചാക്കുകൾ. ചോലി അബ്ദുൽ മൗലവിക്ക് ഒരു പണച്ചാക്കുകാരനായിട്ടും ബന്ധമില്ല. തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇവിടുത്തെ സകല നേതാക്കന്മാരും പണച്ചാക്കിന്റെ പിറകെയല്ലേ. ഇവിടുത്തെ സംഘടനാ നേതാക്കന്മാരെ മക്കളെ കല്യാണം നടത്തുന്ന കാറൂനും ഫിറോനും വെച്ച മാതിരിയല്ലേ കല്യാണം നടത്തുന്നത്? ചോലി അബ്ദുൽ മൗലവി ചെയ്തിട്ടില്ല, അത് ജൂതന്റെ ഏർപ്പാടാണെന്ന് വിശ്വസിച്ചിട്ട് 25 ആളിൽ കൂടുതൽ ചോലി അബ്ദുൽ മൗലവി 15 മക്കളെ കല്യാണം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട്? സമൂഹത്തിന് ഇത് മനസ്സിലാക്കണം, ഇത്രയും ആള് മതി കല്യാണത്തിന് എന്ന്. ഒരു പണക്കാരനെയും വീട്ടിന്റെ 4 ആളൊക്കെ തടിപ്പിച്ചിട്ടില്ല. തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഒരു പണക്കാരനെ അടുപ്പിച്ചിട്ടില്ല. തൊഴിലാളികളാണ് കൂട്ടുകാർ മുഴുവനും. കോഴിക്കോട് ഒരു കൂട്ടുകാരനുണ്ട്, കല്ലായിപ്പുഴയിലെ മരണത്തിലാണ് ജോലി. തലശ്ശേരിയിൽ ഒരു കൂട്ടുകാരനുണ്ട്, ദുബൈയിൽ പോയിട്ട് സാധനം കൊണ്ടുവന്നിട്ട് ജോട്ടിൽ വിൽക്കലാണ് ജോലി. ഇതാണ് കൂട്ടുകാര്. തലശ്ശേരിലാരാ? ഈ ഇരിക്കുന്നതാണ് കൂട്ടുകാർ. കാസർഗോഡ് ഉണ്ടല്ലോ ബടാ മുതലാളിമാർ, ഇവിടുത്തെ പ്രാസംഗികന്മാര് ഊറ്റിക്കുടിക്കുന്ന പശുക്കളില്ലേ? ഏതെങ്കിലും പശുക്കളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ? കള്ളത്തരവും തോന്നിയവാസങ്ങളും അസൂയ തലീക്കേറിയിട്ട് പറയുമ്പോൾ സൂക്ഷിക്കണമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ കൽബുമായിട്ട് നാളെ ആഖിറത്തിൽ ഹാജരാകും. നിങ്ങളെ പേനകളും നിങ്ങളെ നാക്കുകളുമായിട്ട് നിങ്ങളും ഹാജരാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വെച്ച് കാണാം. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അല്ലാഹു തആല പറഞ്ഞത് ഇന്ന ഇലൈന ഇയാബഹും, എല്ലാരും മടങ്ങി വരേണ്ടത് എന്റെ അടുത്തേക്കാണ്. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, എല്ലാവരുടെയും കണക്ക് പറയേണ്ടത് എന്റെ മുമ്പിലാണ്. ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ് നമുക്ക് അന്ന് കാണാം. അതുകൊണ്ട് മാഷാ അല്ലാഹ് നമ്മുടെ ഇവിടുത്തെ നടക്കുന്ന ഈ നസീഹത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഇതേ രീതിയിൽ തുടരും. മാഷാ അല്ലാഹ് നമ്മളെ അൻവർ ഹുസൈൻ മൗലവി ബുധനും വ്യാഴവും അക്കീദന്റെ ദർസ് നടക്കുന്നുണ്ട്. 2-3 കൂട്ടുകാർ, നമ്മളെ കൂട്ടുകാരെ കൂട്ടത്തില്, അല്ലെ പുറത്തുനിന്നുള്ള ആളെയൊന്നും വിളിച്ചിട്ട് കൂട്ടുന്ന പരിപാടിയൊന്നുമില്ല. നമ്മളെ കൂട്ടുകാരും നമ്മളെ മക്കളും, അവർക്ക് വേണ്ടി അക്കീദന്റെ ദർസ് നടക്കുന്നുണ്ട് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും. നമ്മളെ ഹൈദർ ഷേഖാണ് ഒരു ശിഷ്യൻ. അങ്ങനെ പിന്നെ നമ്മളെ ഷാജഹാൻ ബായി ഉണ്ട്, പിന്നെ അബ്ദുള്ള സാഹിബ് ഉണ്ട്. മതി 3 ആള്, ഏറി വന്ന 5 ആള്, കൂടാൻ പാടില്ല. മാഷാ അല്ലാഹ് അങ്ങനെ പോകും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. പലർക്കും ഇനിയും ചുഴലി രോഗം പിടിക്കും. എന്നിട്ട് കുതിരവട്ടത്തേക്കോ ഊളംപാറക്കേക്കോ പോവും, ആറ്റിങ്ങൽ മുതൽ തിരുവനന്തപുരം വരെ. അസൂയ മൂക്കുമ്പോൾ വരുന്നതാണ് അപസ്മാര രോഗം, ചുഴലി രോഗം. ചുഴലി രോഗം തെക്കൻ കേരളക്കാർ ചുഴലി രോഗം എന്നാ പറയാ. അസ്മാര രോഗത്തിന് കേട്ടിട്ടില്ലേ? ഇയാൾക്ക് ചുഴലി പിടിച്ചതാന്നല്ലേ കേട്ടിട്ട്? അതേ കൂട്ടരെ, നിങ്ങൾക്ക് എല്ലാം ചുഴലി പിടിക്കും, ഇനിയും പിടിക്കും.
ആ അള്ളാഹു തല സുഖാക്കി തരട്ടെ, അള്ളാഹു ഷിഫിയാക്കി തരട്ടെ. കാസർഗോഡ് കുത്തുബ കഴിഞ്ഞ് പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് പരിചയപ്പെടും. മാഷാ അല്ലാഹ് ഉസ്താദേ, അള്ളാനെ അറിയില്ലായിരുന്നു, അള്ളാനെ അറിയില്ല. അൽഹംദുലില്ലാ. അത് ആഖിറത്തിനും പറഞ്ഞേക്കണം. കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല, ഏതോ യൂട്യൂബിൽ കേട്ടതായിരിക്കും. വിളിക്കും, ഉസ്താദ് ഉസ്താദ് ഞാൻ ഇന്ന ആളാണ്, ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് കാണണമായിരുന്നല്ലോ. ഞാൻ നീ അങ്ങനെ നിന്നാ മതി, ഈ കേട്ടപ്പോൾ ഉള്ള ബഹുമാനം ഒന്നും കണ്ടാ പിന്നെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഇടത്തല്ല നിന്നാ മതി, കാണാൻ മെനക്കരണ്ട. കാരണം നമ്മളിങ്ങനെ കൂളായിട്ട് പെരുമാറുന്ന കൂട്ടത്തില. അങ്ങനെ അപ്പൊ കേട്ടതുപോലെ അല്ലല്ലോ കാണുമ്പം ഇനി മൈ എന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് ഈ പോക്കൻ അങ്ങ് പോയാൽ മതി, കേട്ടെടുത്ത് തന്നെ. ആരും കാണാനും വരണ്ട, ആരും വരണ്ട കാണാൻ, ആരും വരണ്ട കാണാൻ. ഒരു മുതലാളി പടി കയറാൻ പറ്റില്ല, കയറ്റുന്ന പ്രശ്നമില്ല, ഒരു മുതലാളിനെയും കയറ്റുന്ന പ്രശ്നമില്ല. ഇങ്ങനെ കുറെ തൊഴിലാളികള്, പാവപ്പെട്ടവര്, അധ്വാനിക്കുന്നവര്, കച്ചവടം ചെയ്തിട്ട് അന്നന്ന് ജീവിക്കുന്നവര്, സ്നേഹമുള്ളവർ, എന്നോട്, എന്റെ മക്കളോട് സംഘടനയായിട്ട് ആ സ്നേഹത്തിന് ബന്ധമില്ല, പ്രാസ്ഥാനിക ബന്ധു ആ സ്നേഹത്തിനില്ല, വ്യക്തിബന്ധം മാത്രം, വ്യക്തി സ്നേഹം മാത്രം. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഏതെങ്കിലും സ്റ്റേജ് ഉണ്ടാക്കി KNMന്റെ അഡ്രസ്സും വെച്ച് നേതാക്കന്മാർ സമ്മതിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പോകും. ഈ പറയാനുള്ളത് പറയും. അവരെപ്പാ വേണ്ടാന്ന് വെക്കുന്നു അതുവരെ ഞാൻ പോകും. ഞാൻ വേണ്ടാന്ന് നോക്കൂല. ഞാൻ വേണ്ടാന്ന് വെക്കാൻ നിങ്ങളുടെ പരിപാടി എനിക്കറിയാം. എന്നോടെല്ലാം നിങ്ങൾക്കുള്ള വെറുപ്പ് KNMനോടാണ്. എന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ KNMനെ ഒന്ന് കൊളാക്കേണ്ട പരിപാടിയാണ്, നടക്കൂല. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ക്ലിയറാക്കേണ്ടത്. അതുകൊണ്ട് KNMന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ബേജാറും വേണ്ട. നിങ്ങൾ വിളിക്കുന്ന കാലത്തോളം ഞാൻ വരും. കാരണം നിങ്ങളോട് എനിക്ക് ചില കടപ്പാടുകളുണ്ട്. എന്താ കടപ്പാട്? പൈസ കടപ്പാടെന്നല്ല. കടപ്പാടെന്ന് പറയുന്നത് തന്നെ മൊയ്യക്കം വലിച്ച് പൈസ ആലോചിക്കുക. എങ്ങനെ ഇന്ന മുതലാളി ഇത്ര പൈസ വന്നു, അവിടെ കടപ്പാട് മണ്ണാങ്കട്ട. എനിക്കുള്ള കടപ്പാട് എന്താ? എന്റെ വ്യക്തിത്വത്തെ പരിഗണിച്ച് തൗഹീദ് പറയുന്ന മേഖലയിൽ അവർ ആകെ കുലിശിതമായ സമയത്തും ധൈര്യമായിട്ട് ചോയിലിനെ വിളിക്കും. സംഘടനാ കാര്യം പറയേണ്ടെന്ന് മാത്രം. ഇവിടെ ഓൾ പ്രോഗ്രാം ക്യാൻസൽ എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദർ മൗലവി ധൈര്യമായിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് നടത്തും ചോയിലിന്റെ പരിപാടി. ഒരു KNMന്റെ ഒരു തീരുമാനവും ഇല്ല ചോയിലിക്കെതിരായിട്ട്. അപ്പൊ ആരോ കള്ളന്മാര് ഇതിൻ്റെ ഉള്ളിൽ കളിച്ചതാണെന്ന് മനസ്സിലായി. പിന്നെയാണ് മനസ്സിലാകുന്നത് 2012 ശേഷം ഏതെല്ലാം കള്ളന്മാരാ കളിച്ചത്. അങ്ങനെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഞാൻ നിർത്തി. ഇത് തന്നെ പറയാൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ പറഞ്ഞു പോയതൊന്നല്ല, മനഃപൂർവ്വം പറഞ്ഞതാ. കഅബ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങിയ ദീനുൽ ഇസ്ലാം ഇന്ന് വരെയും നിലനിന്നു. അത് നൂഹ് നബി മുതൽ തുടങ്ങിയ റിസാലത്ത് അഷ്റഫുൽ ഖൽഖോടുകൂടി അവസാനിച്ചു. അഷ്റഫുൽ ഖൽഖിന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട താരീഖാണ് ഇനി അങ്ങോട്ട് നടക്കുന്നതിന് മുഴുവനും സാക്ഷി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വ അസ്ഹാബു റസൂലില്ലാഹ്. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. 1 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 മുഹമ്മദുർ റസൂലുള്ളാഹ്, 3 അസ്ഹാബു റസൂലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത أستغفرك وأتوب إليك. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.